നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. CPM നേതാക്കൾ പ്രതികളായ ഫസൽ വധക്കേസിൽ നാടകീയ സംഭവങ്ങൾ. കൊന്നത് CPMകാരല്ല തങ്ങളാണെന്ന RSS പ്രവർത്തകൻ സുഭീഷിന്റെ മൊഴി പുറത്ത്. കൊന്നത് 4 അംഗ സംഘം. ആയുധങ്ങൾ ഒളിപ്പിച്ചത് RSS നേതാവിന്റെ വീട്ടിൽ. മരിച്ചു എന്നുള്ളത് എനിക്ക് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. കാരണം അയാൾ മരിച്ചില്ല എന്നുള്ളത് എന്താ എത്രത്തോളം പരിക്ക് പറ്റി എങ്ങനെയാന്നുള്ളത് ഞാൻ കാണുന്നില്ല. മരിക്കാൻ മാത്രം മരിക്കേണ്ട രീതിയിൽ കാണുന്നില്ല. സംഭവം വീണ്ടും നിലത്തുകൊണ്ടാണ് സൈക്കിളോ കുറച്ച് ആ സൈഡിൽ. വാർത്തയായതോടെ മൊഴി നിഷേധിച്ച സുബീഷ് രംഗത്ത്. പോലീസ് വർദ്ധിപ്പിച്ച് പറയിച്ചതെന്ന് സുബീഷ്. പോലീസ് CPMന് വേണ്ടി പ്രവർത്തിക്കുകയാണെന്ന് കുമ്മനം രാജശേഖരൻ. കൂടുതൽ അന്വേഷണം വേണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. യഥാർത്ഥ പ്രതികളല്ല CBI പ്രതിയേർത്തത് എന്ന വസ്തുത പുറത്തു വന്നിരിക്കുകയാണ്. പുനരന്വേഷണം ആവശ്യപ്പെട്ട് ഫസലിന്റെ സഹോദരൻ. കോടതി തീരുമാനം 15-ന്. ഹർത്താൽ ദുരിതത്തിൽ വലഞ്ഞ് കോഴിക്കോട്. ഇന്നത്തെ LDF ഹർത്താൽ പൂർണ്ണം. നാളെ BMS ഹർത്താൽ. കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയെ വധിക്കാൻ RSS ലക്ഷ്യമിട്ടെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. വധശ്രമത്തിന് 6 പേർക്കെതിരെ കേസ്. കേരളത്തിൽ ഭരണകൂട ഗുണ്ടായിസമെന്ന് PK കൃഷ്ണദാസ്. മദ്യനയത്തിനെതിരെ UDFലും ഇടതുമുന്നണിയിലും പ്രതിഷേധം. തീരുമാനത്തിനെതിരെ CPI നേതാവ് ആനി രാജ. വിമർശനങ്ങളെ തള്ളി സർക്കാർ. 3-4 സ്റ്റാറുകൾ തുറന്നാലും ഉപഭോഗം കൂടില്ലെന്ന് എക്സൈസ് മന്ത്രി. പ്രതിപക്ഷത്തെ വെട്ടിലാക്കി INDUCയും ഷിബു ബേബി ജോണും. UDFനെ തോൽപ്പിച്ചത് ബാർ പൂട്ടൽ നയമെന്ന് ഷിബു. പ്രക്ഷോഭങ്ങൾക്കൊരുങ്ങി UDF. KSRTCയിൽ കൂട്ടപ്പിരിച്ചുവിടൽ. 250ഓളം താൽക്കാലിക ജീവനക്കാർ പുറത്ത്. നടപടി സിംഗിൾ ഡ്യൂട്ടി സമ്പ്രദായം നടപ്പിലാക്കിയതിനെ തുടർന്ന്. നിർബന്ധിത ആധാറിന് സുപ്രീം കോടതിയുടെ സ്റ്റേ. ആധാർ ഇല്ലെങ്കിൽ പാൻ കാർഡ് അസാധുവാകില്ല. സ്റ്റേ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി വരും വരെ. ആധാർ ഉള്ളവർ അടുത്ത മാസം 1-നകം പാൻ കാർഡുമായി ബന്ധിപ്പിക്കണം. ബ്രിട്ടനിൽ തൂക്ക് സഭയ്ക്ക് സാധ്യത. കൺസർവേറ്റീവ് പാർട്ടി ഏറ്റവും വലിയ ഒറ്റകക്ഷി. തെരേസ മെയ് രാജിവെക്കണമെന്ന ആവശ്യം ശക്തം. ഫസൽ കേസിൽ സത്യമെന്ത്? NDF പ്രവർത്തകൻ ഫസലിനെ വധിച്ചത് RSS പ്രവർത്തകരാണെന്ന മൊഴി പുറത്ത്. താൻ ഉൾപ്പെടുന്ന 4 സംഘമാണ് ഫസലിനെ കൊന്നതെന്ന RSS പ്രവർത്തകൻ സുബീഷ് മൊഴി നൽകുന്ന ദൃശ്യമാണ് പുറത്തായത്. ദൃശ്യങ്ങൾ ഫസലിന്റെ സഹോദരൻ കോടതിയിൽ സമർപ്പിച്ചു. CBI കോടതിയിൽ സമർപ്പിച്ച ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. കേസിൽ പുനരന്വേഷണം വേണമോ എന്ന കാര്യത്തിൽ ഈ മാസം 15-ന് കോടതി തീരുമാനം പറയും. ഫസലിന്റെ സഹോദരൻ അബ്ദുൾ സത്താർ കൊച്ചി CBI കോടതിയിൽ സമർപ്പിച്ച സുബീഷിന്റെ കുറ്റസമ്മതമൊഴിയുടെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത്. പടുവിലായി മോഹനൻ വധക്കേസിൽ അറസ്റ്റിലായപ്പോഴാണ് സുബീഷ് പോലീസിനോട് കുറ്റസമ്മതം നടത്തിയത്. 2006-ൽ ഫസലിനെ കണ്ണൂർ മാടപ്പീടികയ്ക്ക് സമീപം കൊലപ്പെടുത്തിയത് താൻ ഉൾപ്പെട്ട 4 അംഗ സംഘമാണെന്ന് സുബീഷ് സമ്മതിക്കുന്നതാണ് ദൃശ്യങ്ങളിൽ. ശരിക്കും പ്രോഗ്രാം ഇവന്റെ അതായിരുന്നു. ഇവൻ അവിടുന്ന് പോകുമ്പോൾ അവിടുന്ന് ആക്രമിക്കേണ്ട പരിപാടിയായിരുന്നു. പക്ഷെ ഇവൻ വിചാരിച്ച സമയത്ത് ഈ വർത്താനത്തിന് കേൾപ്പിൽ ഇവൻ പോകുന്നത് ഇവൻ കണ്ടില്ല. പിന്നെ പെട്ടെന്ന് നോക്കുമ്പോ ഈ ട്യൂബ് ലൈറ്റ് സീറ്റ് ലൈറ്റ് അപ്പൊ ദൂരെ എന്ന് വെച്ചാൽ ഈ റോഡ് എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഈ അറ്റത്ത് അങ്ങ് ഏറ്റവും വരെ കാണുന്ന റോഡാണ്, നീളത്തിലുള്ള റോഡാണ്. അടുത്ത് പിന്നെ അതൊരു വളവ് വരുന്നത്. ഇവൻ ഈ നമ്മൾ ഇതിന് കുറേ ദൂരത്തിൽ ഒരു 10-25 മീറ്ററിന് 30 മീറ്റർ അപ്പുറത്ത് ഇവരെ പെട്ടെന്ന് ഇവരെ കാണുന്നത്. ടൂവിന്റെ വെളിച്ചത്തിൽ ഒരാൾ സൈക്കിൾ എടുത്തിട്ട് അടിച്ചു പോകുന്നു. അപ്പൊ ഇവൻ പറഞ്ഞത് അവൻ തന്നെയാണ് പോകുന്നത്. സൈക്കിളിന്റെ മുമ്പിൽ കയറിയോ? സൈക്കിളിന്റെ മുമ്പിൽ കയറി പുറകിലുള്ള തുള്ളി അരി പ്രബീഷാണ് തുള്ളി. പിന്നെ ഇവർ തമ്മിൽ പിടിയും വലിയ നടക്കും. അവരുടെ സൈക്കിളും വീടും ഇവർ തമ്മിൽ ഭയങ്കര പിടിയും വലിയ നടക്കുന്നത്. വണ്ടി തിരിക്കുമൊക്കെ പരിപാടി ഇവര് സംഭവം ഉണ്ടായി. മരിച്ചു എന്നുള്ളത് എനിക്ക് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. കാരണം അയാൾ മരിച്ചില്ല എന്നുള്ളത് എന്താ എത്രത്തോളം പരിക്ക് പറ്റി എങ്ങനെയാന്നുള്ളത് ഞാൻ കാണുന്നില്ല. മരിക്കാൻ മാത്രം മരിക്കേണ്ട രീതിയിൽ കാണുന്നില്ല. സംഭവം വീണ്ടും നിലത്തുകൊണ്ടാണ് സൈക്കിളോ കുറച്ച് ആ സൈഡിൽ. സംഭവ ദിവസം രാത്രി 12 മണിയോടെ യമഹ ബൈക്കിൽ മാടപ്പീടികയിലെത്തിയ 4 അംഗ സംഘമാണ് കൊല നടത്തിയതെന്ന് മൊഴിയിൽ പറയുന്നു. 2 വടിവാളുകൾ, ഒരു ഇരുമ്പ് ദണ്ട് എന്നിവ കൊലപാതകത്തിന് ഉപയോഗിച്ചതായും മൊഴിയിലുണ്ട്.
2.5 കിലോമീറ്റർ ഫസലിനെ പിന്തുടർന്ന ശേഷമായിരുന്നു ആക്രമണമെന്ന് സുബീഷ്. ഒരു വാള് പ്രഭീഷണായിരുന്നു, പിന്നെ ഒരു വാള് പ്രമീഷനായില്ല, 2 ഷിനോജിനായില്ല, 3 സാധനമുണ്ട്. വാള് 2 ആളെ കയ്യിൽ, ഒരു പ്രഭീഷണയിൽ എന്തായാലും വാളുണ്ട്. പ്രമീഷിന്റെ കയ്യിലാണോ ഷിനോജിന്റെ കയ്യിലും വാളും തന്നെയാണുള്ളത്. എനിക്ക് എത്ര ഇത് കിട്ടുന്നില്ല, സാധനം എന്തായാലും ഉണ്ട്, ഉറപ്പാണ്. RSS നേതാക്കളെയും കൊലപാതക വിവരം അറിയിച്ചതായും മൊഴിയിലുണ്ട്. പ്രാദേശിക നേതാക്കളായ ആച്ചുകുളങ്ങര തിലകൻ, തലശ്ശേരി ജില്ലാ പ്രചാരക് അജയ്, മാടപ്പുഴ മണ്ഡൽ കാര്യവാഹക് രജീഷ് എന്നിവരോട് കൊലപാതക വിവരം വിശദീകരിച്ചതായും ദൃശ്യങ്ങളിൽ സുബീഷ് പറയുന്നു. സുബീഷിന്റെ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസിൽ പുനരന്വേഷണം നടത്തണം എന്ന ആവശ്യവുമായാണ് അബ്ദുൾ സത്താർ കോടതിയെ സമീപിച്ചത്. ഇക്കാര്യങ്ങൾ സുബീഷ് ഗൾഫിലുള്ള സുഹൃത്തുമായി സംസാരിക്കുന്ന ശബ്ദരേഖയും അബ്ദുൾ സത്താർ കോടതിയിൽ ഹാജരാക്കി. ഫസലിന്റെ സഹോദരൻ അബ്ദുൾ സത്താറാണ് കുറ്റസമ്മതമൊഴി പരിശോധനയ്ക്കായി കോടതിയിൽ സമർപ്പിച്ചത്. കോടതിയിൽ സമർപ്പിക്കപ്പെട്ട ഈ കുറ്റസമ്മതമൊഴി ഫസൽ വധക്കേസിൽ ഒരു വഴിത്തിരിവാകുമോ എന്ന് ഈ മാസം 15-ന് മാത്രമേ അറിയാൻ സാധിക്കൂ. ക്യാമറമാൻ അനിൽ നീലേശ്വരത്തോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18 കൊച്ചി. ഈ കേസിൽ പ്രതിയായി ജാമ്യത്തിൽ കഴിയുന്ന CPM നേതാവ് ശ്രീ കാരായി രാജൻ കൊച്ചിയിൽ നിന്നും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. CPM നേതാവ് MLA ശ്രീ AN ഷംസീർ തിരുവനന്തപുരത്തുണ്ട്. BJP നേതാവ് ശ്രീ VV രാജേഷ് തിരുവനന്തപുരത്ത് നിന്നും ഈ ചർച്ചയിൽ ചേരും. നസറുദ്ദീൻ അളമരവും തിരുവനന്തപുരത്തുണ്ട്. ഫസലിൻ്റെ സഹോദരൻ അബ്ദുൾ സത്താർ അദ്ദേഹം കണ്ണൂരിൽ നിന്നും ഈ ചർച്ചയിൽ ചേരും. ആദ്യം ശ്രീ കാരായി രാജൻ, ഇതിനുശേഷം ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം, അതിന്മേൽ പ്രതികരണങ്ങൾ വന്നതിന് ശേഷം സുബീഷിൻ്റേതായിട്ട് ഇതിനെ നിഷേധിച്ചുകൊണ്ടൊരു പ്രസ്താവന കൂടെ വന്നിട്ടുണ്ട്. താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല. അത് ജനം TV സംപ്രേഷണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് മർദ്ദിച്ചിട്ട് തന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് എന്നാണ് അതിനകത്ത് സുബീഷ് പറയുന്നത്. എത്രത്തോളം വസ്തുത ഉണ്ടാകണം അതിൽ? ഏതാണ് ശരിയായ മൊഴി അദ്ദേഹത്തിൻ്റെ? സുബീഷിനെ മർദ്ദിച്ചിട്ടാണ് പറയിപ്പിച്ചത് എന്ന് ആ വിഷ്വൽ വളരെ സൂക്ഷ്മമായി പരിശോധിക്കുന്ന ആർക്കെങ്കിലും ബോധ്യപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ സ്വാഭാവികതയോടുകൂടി, ഒരാശങ്കയുമില്ലാതെ, ഒരു പ്രയാസവുമില്ലാതെ അവൻ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നുണ്ട്. സുബീഷിനെ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ സുബീഷിന് എവിടെയെല്ലാം പരാതി പറയാം? സുബീഷ് എവിടെയെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടോ? ജയിലധികാരികളോട് പരാതി പറഞ്ഞിട്ടുണ്ടോ? ഇനി അതുമല്ല, സാധാരണഗതിയിൽ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഏതൊരു പ്രതിയെയും ഹാജരാക്കും. പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ തുടർ നടപടി എന്നുള്ള നിലയിൽ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ പറയും. എങ്കിൽ പറയട്ടെ, മജിസ്ട്രേറ്റിൻ്റെ മൊഴിയിൽ അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയ റെക്കോർഡിൽ അങ്ങനെ വല്ലതും ഉണ്ടോ? ഇനി അതുമല്ല, സുബീഷ് ജയിലിൽ നിന്ന് വരുന്നതും പോകുന്നതുമായ വീഡിയോ ക്ലിപ്പിങ്ങുകൾ ചില ചാനലുകളിൽ കാണാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. വെറുതെ ഇതൊക്കെ പറയുകയാണ്. ഇനിയിപ്പോൾ ഇതൊന്നും വേണ്ട, സുബീഷിനെ മർദ്ദിച്ചിട്ടാണ് പറയുന്നത് എങ്കിൽ എങ്ങനെയാണ് ഷിനോജിൻ്റെ ഫോൺ സംഭാഷണം പുറത്തു വന്നത്? എങ്ങനെയാണ് സുബീഷ് 2 വർഷം മുമ്പ് പലരോട് സംസാരിച്ചത്? ആ സംസാരിച്ച ഫോൺ സംഭാഷണം നേരത്തെ തന്നെ അറിയാലോ. ഇനി ഇതുമാത്രമല്ല, എവിടെ നിന്നാണ് ഈ വിഷയങ്ങൾ പുറത്തു വരുന്നത്, സംഭവങ്ങൾ വെളിക്ക് വന്നത് എന്ന് പരിശോധിച്ചാൽ സംഘപരിവാർ പ്രസ്ഥാനത്തിനകത്ത് കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു പൊട്ടിത്തെറിയെ തുടർന്ന് അതിലെ പ്രമുഖരായ നേതാക്കന്മാർ തന്നെയാണ് ഈ വിവരങ്ങൾ പുറത്താദ്യം വിട്ടിട്ടുള്ളത്. അതിനെ തുടർന്നാണ് സുബീഷ് വളരെയധികം ആശങ്കാകുലനായതും ഭയപ്പെട്ടതും. അതിനെ തുടർന്ന് സുബീഷ് പലരോടും ഇത് സംസാരിച്ചിട്ടുണ്ട്, ഭയപ്പാടിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ പോലീസ് ചോദ്യം ചെയ്തു, മോഹനൻ വധക്കേസിൽ പിടികൂടി ചോദ്യം ചെയ്തു. വരുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം പത്രങ്ങളിലും മറ്റും വാർത്തയായി വന്നിട്ടുണ്ട്. സംഘപരിവാർ പ്രസ്ഥാനത്തിലെ വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ തന്നെ അതിൽ നിന്ന് വിട്ടുവന്നപ്പോൾ ഫസൽ സംഭവത്തിൻ്റെ വിവരങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. അന്ന് അതെല്ലാം വാർത്തകളായി വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ മർദ്ദിച്ചു എന്ന് പറയുന്നത്, ഞാൻ ചോദിക്കട്ടെ, മർദ്ദിച്ചെങ്കിൽ പരിശോധിക്കാലോ. ഈ സുബീഷ് ജാമ്യം കിട്ടി പുറത്തു വന്നതിന് ശേഷം എവിടെയെങ്കിലും ചികിത്സ തേടിയിട്ടുണ്ടോ? അത് പരിശോധിക്കാം. ഇനി അതുമാത്രമല്ല, സുബീഷിനെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടുണ്ടാവും. സാധാരണ നടപടിക്രമ പോലീസ് നടപടി എന്നുള്ള നിലയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്താൽ അവരെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കും. ഡോക്ടറുടെ റിപ്പോർട്ട് തേടും. ഞാൻ തിരിച്ചു വരാം ശ്രീ കാരായ രാജൻ, താങ്കളിലേക്ക് ഞാൻ തിരിച്ചു വരാം. ശ്രീ VV രാജേഷ്, ഈ പരസ്പരം ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളെല്ലാം വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ, ഇത് ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ കുറെ കൂടെ വ്യക്തത കിട്ടും എന്ന തോന്നൽ ഉണ്ടാക്കുന്നുണ്ട്. അദ്ദേഹം ഈ സുബീഷിന്റെ മൊഴിയായി ഇത് ആദ്യമായിട്ട് കാണുന്ന ആളുകൾക്ക് മുന്നിൽ വളരെ സുതാര്യമായിട്ട് അല്ലെങ്കിൽ
തുടർച്ചയായിട്ട് പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നുമില്ലാതെ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്ന ഒരാളെയാണ് നമുക്ക് കാണാനാവുന്നത്. ആയുധങ്ങൾ ഇത്രയുണ്ടായിരുന്നു, ഇത്ര പേരുണ്ടായിരുന്നു, ഇത്ര മണിക്കാണ് പോയത്, ഈ ദിവസം ഇങ്ങനെ കാത്തുനിന്നു എന്നൊക്കെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഇത് തള്ളിക്കളയാനാകുന്ന ഒരു തെളിവാണോ? അന്വേഷണം വേണമെന്ന ആവശ്യം സംഘപരിവാർ BJP കൂടെ മുന്നോട്ട് വെക്കുമോ? സനീഷേ, ശ്രീ കാരായി ഇവിടെ പറഞ്ഞ് ഞാൻ കേട്ടു. ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ടാണ് നീതിപീഠം കഴിഞ്ഞ 4 കൊല്ലമായി അദ്ദേഹത്തോട് കണ്ണൂരിന് പുറത്തു നിൽക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് എങ്ങനെയാണ് ഞങ്ങളെയൊക്കെ പോലുള്ള ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരിയ്ക്കുമ്പോഴേക്കും ഇക്കാര്യം പറയാൻ തോന്നുന്നത്? ഞങ്ങളൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നതാണല്ലോ സാർ. 17/11/2016 മാഹിക്കടുത്ത് അഴീക്കലിൽ വച്ച് DYSP കണ്ണൂർ DYSP അന്നത്തെ സദാനന്ദനും DYSP പ്രിൻസ് എബ്രഹാമും കൂടി സുബീഷിനെ അറസ്റ്റ് ചെയ്യുന്നു. ആണല്ലോ, വ്യത്യസ്ത അഭിപ്രായമില്ലല്ലോ. 3 ദിവസം സുബീഷിനെ വെളിയിൽ കാണിക്കാതെ തല്ലുന്നു. ഒടുവിൽ സെർച്ച് പെറ്റീഷൻ ഇട്ട് കോടതിയുടെ ഓർഡർ പ്രകാരം സുബീഷിനെ കണ്ടെത്തി പോലീസ് കണ്ടെത്തുകയും നിങ്ങൾ അവിടെ തലശ്ശേരി മജിസ്ട്രേറ്റ് ഇല്ലാത്ത സമയം നോക്കി മട്ടന്നൂർ മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കുകയും ചെയ്യുന്നു. സുബീഷ് എല്ലാ കാര്യങ്ങളും അവിടെ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, താങ്കൾ ചോദിച്ചു ആർക്കെങ്കിലും എതിരെ പരാതിപ്പെട്ടിട്ടുണ്ടോ? CMP നമ്പർ 3915/2016 എന്ന കേസിൽ ഈ 2 DYSPമാർക്കും എതിരായി അദ്ദേഹം കോടതിയിൽ കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഞാൻ നമ്പർ ഉൾപ്പെടെ ഇവിടെ പറയുന്നത്, നമ്പർ ഉൾപ്പെടെ. കാരായി പറഞ്ഞ തെറ്റായ വസ്തുക്കൾ ജനങ്ങൾ കേൾക്കണം. അതിനുശേഷം സുബീഷ് ഇക്കാര്യം പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ പഴയ കഥയാണ്. ഞാൻ കാരായിയോട് വേറൊന്ന് ചോദിക്കട്ടെ. അന്വേഷണത്തിന്റെ ഭാഗമായി ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീം ഒരു പ്രതിയെ ചോദ്യം ചെയ്ത് കണ്ടെത്തി അവരുടെ കൈവശം മാത്രമുള്ള ഈ കൺഫെഷൻ സ്റ്റേറ്റ്മെന്റ്, ഇറ്റ് ഈസ് നോട്ട് ദ പാർട്ട് ഓഫ് ദ എവിഡൻസ്. ഇതിനെ എങ്ങനെ നിങ്ങൾക്ക് കിട്ടി? ഇതിനെ എങ്ങനെ മാധ്യമങ്ങൾക്ക് കിട്ടി? ഇത് വിവരാവകാശ നിയമപ്രകാരം പുറത്തു കൊടുക്കാൻ സാധിക്കുന്നതല്ല. ഒരു കൺഫെഷൻ സ്റ്റേറ്റ്മെന്റിന്റെ വാലിഡിറ്റി ഷംസീറിനും അറിയാമല്ലോ. ഒരു പ്രതി ഒരു കുറ്റസമ്മത മൊഴി നടത്തിയാൽ ആ പ്രതിക്കെതിരെയുള്ള മൊഴിയാണത്. അത് റിക്കവറിക്ക് മാത്രമാണ് കൂടുതലായോ തെളിവായിട്ട് പ്രയോജനപ്പെടുത്തുക. വേറെ ഒരിടത്തും അതിനൊരു അഡ്മിസിബിലിറ്റിയും ഇല്ല. അങ്ങനെയുള്ള ഒരു സാധനം അത് തൽക്കാലത്തേക്കെങ്കിലും നമ്മുടെ വിഷയമല്ല എന്ന് വിചാരിക്കുക ശ്രീ VV രാജേഷ്. അത് തൽക്കാലത്തേക്കെങ്കിലും നമ്മുടെ വിഷയമല്ല. എങ്ങനെ കിട്ടിയെന്നതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ കാര്യത്തിൽ നമ്മൾ ഗൗരവത്തിലെടുക്കേണ്ടുന്ന വസ്തുതകൾ ഇല്ലെങ്കിൽ പിന്നെ തള്ളിക്കളയാമല്ലോ. അതിൽ ഭയപ്പെടേണ്ടുന്ന കാര്യവുമില്ല. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ അബ്ദുൾ സത്താർ, ഇന്ന കാരണങ്ങൾ കൊണ്ട് CPMകാരാണ് ഈ ഫസലിനെ കൊന്നത്, താങ്കളുടെ സഹോദരനെ കൊന്നത് എന്ന കാര്യം BJPയും പറയുന്നുണ്ട്, ഫസലിൻ്റെ പാർട്ടിക്കാരായിരുന്ന ആളുകളും പറയുന്നുണ്ട്. അവർ ഇരുവരും ആ നിലപാടിൽ നിന്ന് മാറിയിട്ടില്ല. എന്തുകൊണ്ടാണ് ഇവരായിരിക്കണം ഈ കൊലപാതകം നടത്തിയത് എന്ന സംശയത്തിലേക്ക് താങ്കൾ എത്തിയത്? ഇപ്പോൾ നമ്മളെല്ലാം നാട്ടുകാർ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ദൃശ്യങ്ങൾ, ഇദ്ദേഹം ഞങ്ങളാണ് കൊന്നത് എന്ന് പറയുന്ന ഈ ദൃശ്യങ്ങൾ മർദ്ദിച്ച് പറയിപ്പിച്ചതാണ് എന്ന അദ്ദേഹത്തിൻ്റെ അവകാശവാദം ശരിയായിരിക്കുമോ? അവരൊന്നും ഈ കേസ് അന്വേഷണവുമായിട്ട് ഒരു ബന്ധമുള്ള ആളുകളല്ല. ഞാൻ തുടക്കം മുതലേ ഈ കേസുമായി ബന്ധമുള്ള ഒരാളാണ്. എല്ലാ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെയും നേരിൽ കാണുകയും പറഞ്ഞോളൂ, എനിക്ക് കേൾക്കാം. എല്ലാ ഉദ്യോഗസ്ഥന്മാരെ കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മാസം മുമ്പ്, അതായത് ഫസൽ കൊല്ലപ്പെട്ടത് ഒക്ടോബർ 22-നാണ്. ആടുന്ന് ഒരു മാസം തികയുന്ന മുമ്പ് തന്നെ ഇത് ശരിയായ രീതിയിലല്ല അന്വേഷണം നടക്കുന്നെന്ന് തോന്നി. അങ്ങനെ ഞാൻ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദനും ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണനും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടിക്കും ഞാൻ നിവേദനം കൊടുത്തിരുന്നു. അതായത് ഈ അന്വേഷണം ശരിയായ രീതിയല്ല, ഇത് CBIക്ക് വിടണമെന്ന് പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ ശ്രീ അബ്ദുൾ സത്താർ, അതായത് ഈ CPMകാരല്ല കൊന്നത്, കൊലപാതകത്തിന് പിന്നിൽ RSS സംഘമാണ് എന്ന സംശയം താങ്കൾക്ക് അന്നേ ഉണ്ടായിരുന്നു എന്നാണോ? അതെ, കാരണം എന്ന് വെച്ചാൽ സമാധാന കമ്മിറ്റി യോഗത്തിൽ ഞാനും SDPIക്കാരും എല്ലാ നാട്ടുകാരും പങ്കെടുത്തിരുന്നു. അന്ന് SDPIൻ്റെ ആളുകൾ പറഞ്ഞു ഈ കൊലപാതകളെയും വെച്ചുകൊണ്ടുള്ള ഒരു സമാധാന സംഭാഷണത്തിന് ഞങ്ങളില്ല എന്ന് പറഞ്ഞ് ഇറങ്ങി വരുമ്പോൾ അവരെ കൂടെ ഇറങ്ങി വന്ന ആളെ ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ AN ഷംസീർ, അപ്പോൾ തന്നെയും നമ്മുടെ മുന്നിൽ ഇന്ന് വന്നിരിക്കുന്ന ഈ മൊഴികൾ നിഷേധിച്ചുകൊണ്ടുള്ള ജനം TVയിലെ സുബീഷിൻ്റെ തിരിച്ചുള്ള മൊഴിയുണ്ട്. അദ്ദേഹം പറയുന്നത് പോലീസ് തല്ലി പറയിപ്പിച്ചതാണ് എന്നാണ്. അദ്ദേഹത്തെ ടെലിഫോണിൽ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ആ ബൈറ്റ് കൊടുത്തതിന് ശേഷം അദ്ദേഹം ടെലിഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തെ ബന്ധപ്പെടാനാകുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. എന്തായാലും അതവിടെയുണ്ട്. ഒപ്പം ഈ കേസിനെ എങ്ങനെ
തിരിച്ചിടാം എന്ന് നോക്കുന്നതിൻ്റെ ഭാഗമായിട്ട് CPM-കാർ ചെയ്യുന്ന കാര്യങ്ങളാണിത്. ഇത് നിലനിൽക്കുന്നതല്ല എന്നാണ് BJP-യുടെ വാദം. എന്ന് മാത്രമല്ല, അദ്ദേഹം ശ്രീ VV രാജേഷ് പറഞ്ഞ മുന്നോട്ട് വെച്ച പോയിന്റ്സ് കൂടെ ശ്രദ്ധയിൽ വരേണ്ടതാണ്. ആദ്യ ദിവസം മുതൽ തന്നെ ഇത് സംബന്ധിച്ച് പോലീസിനും മറ്റ് സംവിധാനങ്ങൾക്കും തന്നെ തല്ലിയിട്ടുണ്ട്, മർദ്ദിച്ചിട്ടുണ്ട് എന്ന പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അത്രേ സുബീഷ്. അതിൽ ഫസലിൻ്റെ കൊലപാതകം ഹിസ്റ്ററി പറയേണ്ട ഒരു ഒക്ടോബർ 22-നാണ് ഫസൽ 2006 കൊല്ലപ്പെടുന്നത്. ഈ കേസിൽ 2012 ജൂൺ 23-നാണ് സഖാവ് കാരായി രാജനും ചന്ദ്രശേഖരനും CBI കോടതിയിൽ സറണ്ടർ ചെയ്യുന്നത്. 2013 നവംബർ 7 ഇവർക്ക് ജാമ്യം കിട്ടി. ഇവരിപ്പോൾ ഏതാണ്ട് 5 വർഷത്തോളമായി ജയിലിലും എറണാകുളത്തുമാണ്. 5 വർഷമായി നാട്ടിൽ നിന്ന് പലായനം ചെയ്യപ്പെടും, നാട്ടിൽ നിന്ന് നാട് കടത്തിയിട്ട്. അപ്പോൾ ഈ തുടക്കം മുതൽ 2006 അന്ന് മുതൽ ഇന്ന് വരെ CPIM-ൻ്റെ സ്റ്റാൻഡ് ഞങ്ങൾക്കതിൽ ബന്ധമില്ല. CPIM-ന് ബന്ധമില്ല എന്ന് പറയുമ്പം CPIM-നുണ്ടായിരുന്നൊരു പ്രോബ്ലം ഞങ്ങൾക്ക് RSS ആണ് നടത്തിയതെന്ന് പറയാൻ ആവശ്യമായ തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് 2013 സംഘപരിവാറിനകത്തുണ്ടായ പൊട്ടിത്തെറി, ആ സംഘപരിവാറിനകത്തുണ്ടായ പൊട്ടിത്തെറിയോടുകൂടി ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു RSS ആണ് എന്ന തുടക്കം മുതലായിരുന്ന ഉറപ്പ് ബലപ്പെടുത്തുന്ന രീതിയിൽ അവർക്കിടയിൽ നിന്ന് ചില വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നു. അപ്പോഴും ഞങ്ങൾക്കുണ്ടായ പരിമിതി അത് തെളിയിക്കാൻ ആവശ്യമായ രേഖകൾ ഹാജരാക്കാൻ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നില്ല. പിന്നീട് ഏറ്റവും ഒടുവിൽ 2016 ഒക്ടോബർ 10 സഖാവ് മോഹനൻ കൊല്ലപ്പെട്ടു വാളാങ്കിച്ചാൽ CM-ന്റെ കോൺസ്റ്റിറ്റ്യുവൻസിക്കകത്ത്. ആ കേസിനകത്ത് പ്രതികളെ തേടി പോലീസ് ചിലരെ പിടിച്ചു. ചിലരെ പിടിച്ചപ്പോഴാണ് ചില പ്രതികൾക്ക് ഹൈഡ് ചെയ്യാൻ ആവശ്യമായ സ്ഥലങ്ങൾ ഒരുക്കി കൊടുത്തത് സുബീഷാണ്. ഈ പ്രതികളെ ഒളിപ്പിച്ചു, ഈ പറയുന്ന രീതിയിലേക്ക് സംരക്ഷണം കൊടുത്തതിന്റെ പേരിലാണ് ഈ പറയുന്ന സുബീഷിനെ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. സുബീഷിനെ അറസ്റ്റ് ചോദ്യം ചെയ്തപ്പോഴാണ് സുബീഷ് പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന രഹസ്യങ്ങൾ. സുബീഷ് പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ നേരത്തെ നിങ്ങൾ വിഷ്വൽസ് കാണിച്ചു. ഇതിൽ ഞങ്ങൾ പറയുന്നു, അദ്ദേഹം ഏതോ ഒരു ഡേറ്റ് പറഞ്ഞു, ദിവസം പിടിച്ചു. ആ ദിവസം മുതൽ ഏറ്റവും ഒടുവിൽ കോടതിയിൽ ഹാജരാക്കുന്നത് എല്ലാം ഡോക്യുമെന്റഡ് ആണ്, വീഡിയോ ഡോക്യുമെന്റഡ് ആണ്. ആ വീഡിയോ ഡോക്യുമെന്റ് വേണമെങ്കിൽ ഹാജരാക്കട്ടെ, CBI പറയട്ടെ ഹാജരാക്കാൻ, വേണമെങ്കിൽ CBI കോടതി പറയട്ടെ, രാജേഷിന്റെ പാർട്ടി പറയട്ടെ, ഹാജരാക്കാൻ തയ്യാറാണ് പോലീസ്. അതുമാത്രമല്ല, ഇതിനകത്ത് ഈ പറയുന്ന ആളുകൾ ചില്ലറക്കാരല്ല, ഇവർ ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല. കാരണം ഇവരിനിയും കൊലപാതകം നടത്തും. ഇതിൽ പറയുന്ന ഷിനോജ് 5 മർഡർ കേസിൽ പ്രതിയാ. സുബീഷ് G പവിത്രൻ എന്ന് പറയുന്ന ചിറ്റാരിപ്പറമ്പിലെ CPIM പ്രവർത്തകന്റെ കൊലക്കേസിൽ പ്രതിയാ. ഇങ്ങനെ നിരവധി കൊലപാതകങ്ങൾ നടത്തിയ കൊലപാതക സംഘം, പല നാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ, സത്യം വിജയിക്കും. അതാണ് ശ്രീ VV രാജേഷ്. അതൊക്കെ രാഷ്ട്രീയ ആരോപണങ്ങളാണ്. RSS-നെതിരായിട്ടും BJP-ക്കെതിരായിട്ടുള്ള CPM-ന്റെ രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമാണ് എന്ന് വിചാരിച്ച് മുൻവിധിയോടെ നോക്കിക്കൊണ്ട് തന്നെ നമുക്കൊരു കാര്യത്തിലേക്ക് എത്തിയാലോ. അതായത് ഇതൊരു പുനരന്വേഷണം നടക്കണം എന്നൊരു വസ്തുതയെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് മുന്നോട്ട് വെക്കുന്നതല്ലേ നന്നായിരിക്കുക. അതായത് ഇന്നിപ്പോൾ ഈ കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും അടക്കമുള്ള CPM-കാർ ഈ അന്വേഷണത്തിൽ പ്രതികളായിട്ട് അവരാണ് അവിടെ ഉള്ളത്. പക്ഷേ ഇങ്ങനെ ചില കാര്യങ്ങൾ കൂടെ പുതിയതായിട്ട് വന്നിരിക്കുന്നു. ഈ അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടക്കുകയാണെങ്കിൽ BJP അല്ല CPM ആണ് അതിന് പിന്നിൽ കളിച്ചത് എന്ന് നാട്ടുകാർക്ക് മുന്നിൽ വ്യക്തമാവുകയല്ലേ ചെയ്യുക. ആ ആവശ്യം BJP-യും RSS-ഉം ഉയർത്തേണ്ടതല്ലേ? സനീഷേ, ഈ കേസിൽ ആദ്യം അന്വേഷണം നടത്തിയത് കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ നേതൃത്വം നൽകുന്ന പോലീസാണല്ലോ. അന്ന് അറസ്റ്റ് ചെയ്ത പ്രതികളൊക്കെ CPM ആയിരുന്നല്ലോ. തലശ്ശേരിയിലുള്ള പ്രതികളെ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ കള്ളക്കേസിൽ കൊടുക്കുകയില്ലല്ലോ. അതിനുശേഷം ഫസലിൻ്റെ ഭാര്യ മറിയുമ്മ ഹൈക്കോടതിയിൽ പെറ്റീഷൻ ഫയലിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് രാജ്യം ഭരിക്കുമ്പോൾ അന്നത്തെ CBI ആണ് ഈ കാരായിമാരെ പ്രതിയാക്കുന്നത്. അതിൽ BJP-ക്ക് യാതൊരു പങ്കുമില്ലല്ലോ. മറിയുമ്മ BJP-ക്കാരാണ് പ്രതിയെന്ന് മറിയുമ്മ പറഞ്ഞില്ലല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാരായിമാരെ ഉൾപ്പെടെ പ്രതിയാക്കുകയും CBI-ക്കും ഹൈക്കോടതിക്കും CBI കോടതിക്കും ഇവർ ഉൾപ്പെടുന്ന സംഘമാണ് ചെയ്തതെന്ന് ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പിലൂടെ കാരായിമാരെ വിജയിപ്പിച്ചിട്ട് കണ്ണൂരിൽ കൊണ്ടുവരാൻ നോക്കിയിട്ടും കോടതി അവരെ പുറത്തു നിർത്തിയത്. ഈ അന്വേഷണം ഇപ്പോൾ നടക്കുമ്പോൾ കേരള പോലീസിന് യാതൊരു കാര്യവും ഈ അന്വേഷണത്തിലില്ല. ഇവിടെ എന്താ സംഭവിച്ചത്? ഇത്തരത്തിൽ ഒരു കളവായ വെളിപ്പെടുത്തലുകൾ കൊണ്ടുവന്നിട്ട് ബെനിഫിറ്റ് ഓഫ് ഡൗട്ട്സ് പ്രതികൾക്ക് വിചാരണ സമയത്ത് കിട്ടാൻ വേണ്ടി ഒരു കൺഫ്യൂഷൻ, ഒരു പുകമറ സൃഷ്ടിക്കുകയാണ് CPM ചെയ്യുന്നത്. അവിടെ ശ്രീ VV രാജേഷ്, പക്ഷേ നമുക്ക് മുന്നിൽ നീതിന്യായത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രശ്നമുണ്ടല്ലോ ശ്രീ VV രാജേഷ്. അതായത് 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന വളരെ ഉദാത്തമായിട്ടുള്ള തത്വം നമുക്ക് മുന്നിൽ ഉണ്ടല്ലോ ശ്രീ VV രാജേഷ്. നമുക്ക് മുന്നിൽ ഇങ്ങനെയൊരു കാര്യം വരുന്നു, പുതിയതായിട്ട് തെളിവായിട്ട് വരുന്നു. ശരി, അവരത് ഉണ്ടാക്കിയതാണെന്ന് തന്നെ കരുതുക. പക്ഷേ അക്കാര്യം കൂടെ അന്വേഷിക്കണം എന്ന നിലപാടിലേക്ക് എത്തുന്നതിൽ തടസ്സം എന്താണ്? ഒപ്പം താങ്കൾ പറയുന്ന പോലെ ഫസലിന്റെ ഭാര്യയാണ് ഇക്കാര്യത്തിൽ
ഇക്കാര്യത്തിൽ CPM പ്രവർത്തകരാണ് കൊലയാളികൾ എന്ന നിലപാടെടുത്ത് CBI അന്വേഷണം വരെ പോയത്. പക്ഷേ ഇപ്പോൾ നമുക്ക് മുന്നിൽ ഫസലിന്റെ സഹോദരനുണ്ട്. സ്വന്തം സഹോദരൻ തിരിച്ചാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞ് അതിനെൻ്റെ കയ്യിൽ തെളിവുണ്ട് എന്ന് പറഞ്ഞ് കോടതിക്ക് മുമ്പാകെ പോയിരിക്കും. നമുക്കറിയാം 15-ാം തീയതി വിധി വരും. പക്ഷേ BJPയും RSSും സത്യം പുറത്തു വരണം, ഞങ്ങൾ സത്യത്തിൻ്റെ വെളിച്ചത്തിൽ സംശുദ്ധരായിട്ട് പുറത്തേക്ക് വരണം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ അന്വേഷണം പുനരന്വേഷണം തുടരന്വേഷണത്തിലേക്ക് പോകട്ടെ എന്ന നിലപാടല്ലേ സ്വീകരിക്കേണ്ടത്? ഞാൻ ഈ സഹോദരനെ കുറിച്ച് ഇന്ന് ഞാൻ അന്വേഷിച്ചു. ഈ സഹോദരനെ കുറിച്ച് ഞങ്ങൾക്ക് നേരത്തെ അറിയാം. ഈ സഹോദരൻ CPM സഹോദരനാ. ഈ സഹോദരൻ ഇവർ കൊല്ലപ്പെട്ട അതേ ദിവസം മുതൽ തന്നെ RSSകാരെ പ്രതിയാക്കാൻ നടക്കുന്ന സഹോദരനാ. ഈ സഹോദരനിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണല്ലോ ഈ സഹോദരനേക്കാൾ മുമ്പേ മറിയുമ്മ ഹൈക്കോടതിയിൽ പോവുകയും പെറ്റീഷൻ കൊടുക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ സഹോദരൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, നമുക്ക് കോടതിയുടെ കാര്യത്തിലേക്ക് വരാം. കോടതിയുടെ മുമ്പാകെ പരിഗണിക്കുന്ന കേസ് ഞങ്ങളുടെ പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ശ്രീ PS ശ്രീധരൻപിള്ളയുടെ ഓഫീസിൽ നിന്ന് തന്നെ അഭിഭാഷകൻ ഹാജരായിക്കൊണ്ട് ഞങ്ങളുടെ നിലപാടോടെ പറഞ്ഞിരുന്നു. ഏതാനും മണിക്കൂറുകൾ കൂടി കഴിയുമ്പോഴേക്കും ഈ കേസിൽ വരാൻ പോകുന്ന സത്യസന്ധമായ മറ്റുള്ള മാറ്റങ്ങളുണ്ട്, അതിലൂടെ നമുക്ക് കാത്തിരിക്കാം. ഇവിടെ CPIMന് ഞാൻ നേരത്തെ പറഞ്ഞതിനെ കണ്ടിന്യൂ ചെയ്യട്ടെ. കോടതിയുടെ മുമ്പാകെ വരുന്ന വസ്തുത കോടതിക്ക് ഏതു തരത്തിലും പരിശോധിക്കാം. അത് CBI കോടതി ആയിക്കോട്ടെ, അല്ല എന്നുണ്ടെങ്കിൽ പടുവിലായി മോഹനൻ വധക്കേസ് വിചാരണ നടക്കുന്ന കോടതി ആയിക്കോട്ടെ. ഞങ്ങൾക്കിവിടെ പറയുവാനുള്ളത് ഈ കേസിൽ കോടിയേരി ബാലകൃഷ്ണന്റെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊടിസുനി ഉൾപ്പെടെയുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള CPMന്റെ കൊലപാതക സംഘത്തെയാണ്. ഇവിടെ ഇപ്പോൾ ഷംസീർ BJPയുടെ RSSന്റെ പ്രവർത്തകർ ഒരുപാട് കൊലക്കേസിൽ പ്രതിയാണ് പറഞ്ഞത്. ഷംസീറെ വത്സൻ തില്ലങ്കരിയെ പ്രതിയാക്കിയ വ്യക്തിയാണ് ശ്രീ പ്രിൻസ് എബ്രഹാം. അദ്ദേഹം വത്സൻ തില്ലങ്കരി എന്ന് പറയുന്ന RSSന്റെ സംസ്ഥാന നേതാവിനെ പ്രതിയാക്കിയിട്ട് പറയുകയാ, CPMന്റെ മുകളിൽ നിന്നുള്ള സമ്മർദ്ദമുണ്ട്, എനിക്ക് താങ്കളെ പ്രതിയാക്കിയേ പറ്റുകയുള്ളൂ, അല്ല എങ്കിൽ എൻ്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർ വന്ന് താങ്കളെ പ്രതിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നടന്ന കാര്യമായത് അവർ കൂടെ ഉന്നയിച്ചേക്കും. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം, താങ്കളിലേക്ക് തന്നെ വരാം. ശ്രീ അബ്ദുറഹ്മാൻ, താങ്കൾക്ക് തുടക്കം മുതൽ തന്നെ താങ്കളുടെ സഹോദരന്റെ കൊലക്കേസ് ആ കൊലപാതകം നടത്തിയത് RSS ആണ് എന്ന നിലപാടിലേക്ക് എത്തിക്കണമായിരുന്നു. കാരണം താങ്കൾ CPM പ്രവർത്തകനാണ്, CPMകാരനാണ്. അങ്ങനെ ഒരു ആരോപണത്തിന് എന്ത് മറുപടിയാണ് താങ്കൾ നൽകുക? അങ്ങനെ ഉണ്ടായിരുന്നു? താങ്കളുടെ സഹോദരൻ മരിച്ചപ്പോൾ കൊന്നത് CPMകാരാണെങ്കിലും RSSകാരുടെ തലയിലേക്ക് ഇടണമെന്ന് താങ്കൾ ആഗ്രഹിച്ചിരുന്നോ? എനിക്ക് അങ്ങനെ കണ്ട ഒരു ചിന്തയും ഉണ്ടായിട്ടില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ കേസ് അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്നിടയിലാണ് ഒരു മാസം തികയുന്ന മുമ്പെയാണ് ഈ അന്വേഷണം ശരിയായ രീതിയിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്കോ അവർക്കും ഇവർക്കൊക്കെ കത്ത് എഴുതിയത്, പ്രതിപക്ഷ നേതാവിനടക്കം. എന്നിട്ട് പറഞ്ഞു ഇത് അന്വേഷണം CBIക്ക് വിടണമെന്ന്. പിന്നെ അതുമാത്രമല്ല, ഈ രാജേഷ് എന്തിനെ ഒരു പുനരന്വേഷണത്തിന് ഇത്രയും എതിർക്കുന്നത് ആരെ വന്നിട്ടാ? കാരണം വെച്ചാൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അന്വേഷിച്ചാൽ എന്താ വരാൻ പോകുന്നത്? ഇതിപ്പം ഒരു പ്രതി പറഞ്ഞ വാക്കുകൾ മാത്രം അന്വേഷിക്കാനാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അതിന് ഇത്ര ബേജാറായിട്ട് ഒരു കാര്യം രാജേഷിനില്ല. പിന്നെ വെറുതെ ബേജാറായിട്ട് കാര്യമില്ല. കാര്യങ്ങൾ സത്യം വെളിപ്പെടണമെന്ന് ബഹുമാനപ്പെട്ട രാജേഷ് ആഗ്രഹിക്കാന്നുണ്ടെങ്കിൽ ഇതിന് പുനരന്വേഷണത്തിന് സപ്പോർട്ട് ചെയ്യേണ്ടത്. അതാണ് ഞാൻ തിരിച്ചു വരാം. ഇപ്പോഴത്തെ വെളിപ്പെടുത്തലും കൂടിയോ? ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ കാരായി രാജൻ, സദാനന്ദൻ, പ്രിൻസ് എബ്രഹാം, ഈ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ എനിക്കറിയാം എന്ന് സുബീഷ് ഈ ജനം TV കൊടുത്ത ബൈറ്റിൽ പറയുന്നത്. അദ്ദേഹത്തെ ടെലിഫോണിൽ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, കിട്ടുന്നില്ല. ഈ രണ്ട് പോലീസുകാരാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. തന്നെ തല്ലി വഴിയിൽ വെച്ച് പിടിച്ചു കൊണ്ടുപോയി 3 ദിവസം ഇട്ട് തല്ലി മർദ്ദിച്ചു. പലതവണയായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു. 2 തവണയായിട്ട് പുറത്തെ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ഇഞ്ചക്ഷൻ ചെയ്യിച്ചു. എന്നിട്ടാണ് തനിക്കിത് പറയേണ്ടി വന്നത് എന്ന് ആ ബൈറ്റിൽ അദ്ദേഹം, ഞാനത് കേട്ടു, അത് ഞങ്ങളുടെ കൈവശമുണ്ട്, ഞാൻ ടെലിവിഷനിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ജനം TVയുടേതായിട്ട്, അത് അവരിപ്പോഴും കൊടുക്കുന്നുമുണ്ട്. ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന്. ഈ സദാനന്ദനും പ്രിൻസ് എബ്രഹാമിനും പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ നിങ്ങൾ CPMകാരെ സഹായിക്കാൻ പര്യാപ്തരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണോ? താങ്കളെപ്പോലെ വളരെ പ്രധാനപ്പെട്ട തലശ്ശേരിയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ രക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ അവർ ചെയ്യുകയില്ല എന്ന് തെളിയിക്കാൻ എന്ത് വസ്തുതകളാണ് നിങ്ങളുടെ കൈവശമുള്ളത്? ഞാൻ ഈ കേസിൻ്റെ സാങ്കേതികവും നിയമപരമായ കാര്യങ്ങളിലേക്കൊന്നും അത്രത്തോളം കടന്നു ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ വിഷയത്തിൽ തന്നെ ഞാൻ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കള്ളക്കേസിൽ ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധി എന്ന നിലയിൽ ഞങ്ങൾ കുറേ പേർ പീഡിപ്പിക്കപ്പെടുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഒരു വിഷമത്തിൻ്റെ പേരിലാണ് ഈ ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്നത്. ഈ വെളിപ്പെടുത്തപ്പെട്ട വിവരങ്ങളും ഫസലിൻ്റെ സഹോദരന്മാർ കോടതിയിൽ കൊടുത്തതെല്ലാം അവരുടെ വ്യക്തിപരമായ കുടുംബപരമായ കാര്യങ്ങളാണ്. അവരുടെ സ്വന്തം സഹോദരൻ
കൊല്ലപ്പെട്ടതിലുള്ള വിഷമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തണമെന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവരുടെ ബന്ധുക്കളാണ് കോടതിയിൽ പോയത്. അത് അവരുടെ കാര്യം, അവരുടെ വൈകാരികമായ കുടുംബ ബന്ധത്തിൻ്റെ, രക്തബന്ധത്തിൻ്റെ കാര്യമായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത്. പിന്നെ ഇവിടെ ആര് ചെയ്തു, ഞങ്ങൾ പറയുന്നത് ഇനിയിപ്പോൾ ഈ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ഈ 2 DYSPമാരെ പേര് അതും അന്വേഷിക്കട്ടെ. CBIക്ക് അവരെയും വിളിച്ച് അന്വേഷിക്കാലോ, തെളിവുകൾ ശേഖരിക്കാലോ. എന്തിനാണ്, ആരെയാണ് ഭയപ്പെടേണ്ട കാര്യം? ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ തുടക്കം തൊട്ടേ, ഞാൻ പറയട്ടെ, ഞങ്ങൾ വ്യക്തിപരമായ കാര്യങ്ങൾ പറയാം. ഈ കേസിലെ 2-3 പ്രതികൾ അവർ പോളിഗ്രാഫ് ടെസ്റ്റിനും ബ്രെയിൻ മാപ്പിങ്ങിനും വിധേയരായവരാണ്. എന്താണ് അതിൻ്റെ റിപ്പോർട്ട് എന്താണ്? നെഗറ്റീവാണ്. അവർക്കൊരു ബന്ധവുമില്ല എന്നതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി എൻ്റെയും ചന്ദ്രശേഖര സഖാവിൻ്റെയും കാര്യം ഞങ്ങളും ഇത് ആവർത്തിച്ച് എഴുതി കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ഹൃദയം തുറന്ന് നിരപരാധിത്വം വ്യക്തമാക്കുന്നതിന് വേണ്ടി ഒരു ഭയവും ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ പോളിഗ്രാഫ് ടെസ്റ്റിന് വിധേയമാവാൻ തയ്യാറാണ് എന്ന് അങ്ങോട്ട് പറഞ്ഞത്. എന്തുകൊണ്ട് അത് നടന്നില്ല? ഇപ്പോൾ കാര്യങ്ങൾ ഓരോന്ന് പുറത്തു വരുന്നുണ്ട്. ഇത് നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങൾ. ഷിനോജിൻ്റെ ഫോൺ സംഭാഷണം പുറത്തു വന്നിട്ടുണ്ടല്ലോ. ഷിനോജിനെ ആരെങ്കിലും തല്ലിച്ചിട്ടാണോ പറഞ്ഞത്? ഷിനോജ് കോടതിയിൽ, ജയിലിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. ഷിനോജിന്റെ ഫോൺ സംഭാഷണം ഞങ്ങൾ കേട്ടിട്ടില്ല. ഷിനോജിന്റെ ഫോൺ സംഭാഷണത്തിൽ എന്താണുള്ളത് ശ്രീ കാരായി രാജൻ? ഷിനോജിന്റെ ഫോൺ സംഭാഷണത്തിൽ എന്താണുള്ളത്? ഇതോട് ചേർത്ത് വെക്കാൻ എന്താണുള്ളത്? ഷിനോജിന്റെ ഫോൺ സംഭാഷണവും ചാനലിൽ വന്നിട്ട് കേട്ടിട്ടുണ്ട്. ഞങ്ങളിതുപോലെ ചാനലുകൾ ഇതിനു മുമ്പൊരുക്ക പല ചാനലുകളിൽ വന്നിട്ട് ആ സംഭാഷണത്തിൽ പറയുന്നു, എനിക്ക് ഈ ഒരു ഫസൽ കേസ് മാത്രമല്ല വേറെയും 4-5 കേസിൽ ഞാൻ പ്രതിയാവും, ഞാൻ ബുദ്ധിമുട്ടിലാണ്, ഞാൻ ആകെ ഒരു വിഷമത്തിലാണ് എന്നൊക്കെ സമ്മതിക്കുന്നൊരു ഷിനോജിൻ്റെ ഫോൺ സംഭാഷണത്തിൽ. അത് നിഷേധിച്ചിട്ടുണ്ട് ഇന്ന് വരെ. അതിപ്പം അതും അന്വേഷണത്തിൽ കൊണ്ടുവരല്ലോ. രാജേഷ്, പലതരത്തിൽ ഇതിലൊരു മുൻവിധിയില്ലാതെ നോക്കിയാൽ പോലും ഇങ്ങനെയുള്ളൊരു മൊഴി നമ്മുടെ മുന്നിൽ വന്നു കിടക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ മുൻവിധിയില്ലാതെ നോക്കുക. ഈ അദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്. അദ്ദേഹം ചെയ്യാത്ത കുറ്റത്തിന് പിടിയിലായിരിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും താങ്കൾ അടക്കമുള്ള ആളുകൾക്ക് മനപ്രയാസം ഉണ്ടാക്കുന്നതാണെന്ന് എനിക്കറിയാം. ഈ നോക്കൂ, ഇതുപോലെ മൊഴികളുണ്ട്. ഈ മൊഴി അദ്ദേഹം വളരെ ഫ്ലോയിൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട്. ഈ 2006 ഒക്ടോബർ 22 പുലർച്ചെ 4 മണിക്കാണ് NDF-ന്റെ തലശ്ശേരി സബ് ഡിവിഷൻ കമ്മിറ്റി അംഗം മുഹമ്മദ് ഫസൽ ഇവിടെ വെച്ച് കൊല്ലപ്പെടുന്നത്. പിറ്റേ ദിവസം ആദ്യം അവിടെ എത്തിയ ലോക്കൽ പോലീസ് ലഭിക്കുന്ന വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് പോലീസ്. തലേന്ന് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി RSS ഉണ്ടാക്കിയ തോരണങ്ങൾ NDF നശിപ്പിച്ചു. അത് ചോദ്യം ചെയ്ത RSS പ്രവർത്തകരായ OM സജിത്ത്, ഷിനോജ് എന്നിവർക്ക് NDF-കാർ മർദ്ദിച്ചു. ഇതിന് പകരം ചോദിക്കാൻ RSS പ്രവർത്തകർ സംഘടിച്ചെത്തി. ഇവരെ ഇതേ രൂപത്തിൽ NDF പ്രവർത്തകർ തിരിച്ചോടിച്ചു. ഭയന്നോടിയതിന് പിന്നാലെ NDF സംഘം മാരകായുധങ്ങളുമായി RSS ഓഫീസ് ആക്രമിച്ചു. പ്രദേശത്ത് സംഘർഷാവസ്ഥയുണ്ടായി. ഫസൽ കൊല്ലപ്പെട്ട് മണിക്കൂറുകൾക്കകം ഒക്ടോബർ 22 രാവിലെ 11 മണിക്ക് 1000-ലേറെ NDF പ്രവർത്തകർ തലശ്ശേരിയിൽ യൂണിഫോം അണിഞ്ഞ് പ്രകടനം നടത്തി എന്നിങ്ങനെ പറഞ്ഞിട്ട് പോലീസിന് എന്താണിത് ചെയ്യേണ്ടത്? ഒരു തെളിവും കിട്ടാത്ത കേസാണ്. അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ നിരവധിയായിട്ടുള്ള സംഭവ വികാസങ്ങളിലൂടെയാണ് ഒടുവിൽ CPM-കാർ തന്നെയാണ് ഈ കൊലപാതകം നടത്തിയതെന്നിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പക്ഷേ അവിടെ ഈ പഴുതുകൾ ഉണ്ടാകുന്നു. അതേ കുടുംബത്തിനകത്ത് നിന്ന് ആളുകൾ വന്നിട്ട് പരാതിയുമായിട്ട് കോടതിയെ സമീപിക്കുന്നു. നമുക്ക് മുന്നിൽ ഇങ്ങനെ ഒരു മൊഴി വരുന്നു, ഇങ്ങനെ ഒരു മൊഴി കേൾക്കുന്നു നമ്മൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും BJP ഔദ്യോഗികമായിട്ട്, RSS ഔദ്യോഗികമായിട്ട് ഇക്കാര്യത്തിൻ്റെ വസ്തുതകൾ ഞങ്ങളല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി ഒരു പുനരന്വേഷണം നടത്തൂ എന്ന ആവശ്യമല്ലേ ഉന്നയിക്കേണ്ടത്? ഒപ്പം ഇദ്ദേഹത്തിൻ്റെ ഒരു മൊഴി നേരത്തെ ഇങ്ങനെ അദ്ദേഹത്തെ ബലമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫസൽ വധക്കേസ് ചർച്ചയായ ഈ 10 കൊല്ലക്കാലത്തിൽ ഒരിക്കൽ പോലും BJP-യോ RSS-ഓ വന്ന് ഞങ്ങളുടെ ഒരു പ്രവർത്തകനെ തല്ലി ഇങ്ങനെ കള്ളമൊഴി ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഒരിക്കൽ പോലും പരസ്യമായി പുറത്തേക്ക് വന്ന് പറഞ്ഞില്ലല്ലോ. ഒരു വാർത്താ സമ്മേളനം നടത്തിയില്ലല്ലോ. ഇന്നിപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നതിന് ശേഷമല്ലേ ആളുകൾ ഇതിൽ വിശദീകരണമായിട്ട് വരുന്നത്. എന്തുകൊണ്ടായിരിക്കണം ഈ പഴുതുകൾ? സനീഷ്, അയാൾ കഥ എഴുതുകയാണ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതാണിപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ഒരു പോലീസ് സ്റ്റേഷനിലെ ഒരു റൈറ്റർ, അതായത് ഈ നന്നായിട്ട് പ്രൊമോഷൻ കിട്ടി വരുന്ന ഒരു റൈറ്റർ എഴുതി പിടിപ്പിക്കുന്ന ചാർജ് ഷീറ്റിലെ ഒരു കുറ്റസമ്മത മൊഴിയുണ്ടല്ലോ, അതാണ് ഇപ്പോൾ അയാളെ കൊണ്ട് പറയിച്ചിരിക്കുന്നത്. താങ്കൾ വായിച്ചപ്പോഴേക്കും കോടതിയിലൊക്കെ വായിച്ച് കേൾക്കുന്ന അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇവിടെ ഞങ്ങൾ പത്രസമ്മേളനം നടത്തി പറഞ്ഞില്ല, ഞങ്ങൾ പറഞ്ഞില്ല എന്നൊക്കെ എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത്? 2015 ജൂൺ മാസം 21 മുതൽ 25 വരെ പുറത്തിറങ്ങിയ ദേശാഭിമാനി പത്രത്തിൽ ഇതേ കാര്യങ്ങൾ CPM പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന ഏഷ്യാനെറ്റിലെ പോയിന്റ് ബ്ലാങ്കിൽ ശ്രീ P. ജയരാജൻ, CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി P. ജയരാജൻ പറഞ്ഞിട്ടുണ്ട്, എന്ത് വില കൊടുത്തും കാരായിമാരെ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും ഭരണം വന്നു കഴിഞ്ഞാൽ എന്ന് പോയിന്റ് ബ്ലാങ്കിൽ ശ്രീ P. ജയരാജൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിതൊക്കെ തന്നെ അക്കമിട്ട് വസ്തുതകൾ നിരത്തി പറയുന്നത് രാജേഷ്, എനിക്ക് താങ്കൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. ഞാൻ പറയുന്നത് CPM ഇത് കള്ളമാണെങ്കിൽ കള്ളം, അവരത് ആദ്യം മുതലേ പറയുന്നുണ്ട് ആ കള്ളം. പക്ഷേ
തങ്ങളുടെ പ്രവർത്തകനെ ഇത്രമേൽ പ്രമാദമായ ഒരു കേസിൽ പോലീസ് തല്ലിയും ഇഞ്ചക്ഷൻ വെച്ച് കുത്തിവെച്ചും ഇങ്ങനെ ഒരു കള്ളമൊഴിയെടുത്തത് സംബന്ധിച്ച് ഇത് ടെലിവിഷനിലൂടെ പുറത്തു വരുന്ന കാലത്തത്രയും 10 കൊല്ലക്കാലം ഒരു തവണ പോലും നിങ്ങൾ പറയാതിരുന്നത് എന്തുകൊണ്ടാണ്? CPM ഈ കള്ളമാണെങ്കിൽ അവർ ആവർത്തിച്ച് പറയുന്നുണ്ട് ആദ്യം മുതലേ. എന്തുകൊണ്ടാണ് നിങ്ങളത് പറയാതിരുന്നത്? അക്കാര്യം താങ്കൾ പറയുന്നില്ലല്ലോ. അതുകൂടെ ഉണ്ടോ തെളിവായിട്ട്? സനീഷ് ആരാ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞില്ലെന്ന്? എവിടെ ഞങ്ങൾ പറഞ്ഞില്ലെന്ന് ആരാ പറഞ്ഞത്? ഞങ്ങൾ പരാതി കൊടുത്ത എല്ലാ സ്ഥലങ്ങളും താങ്കളോട് പറഞ്ഞില്ല. ഇനിയും പറയാം. CMP 3915/2016 എന്ന കാര്യത്തിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ 2016 കൊലപാതകം. നിങ്ങൾ 10 കൊല്ലത്തിന് ശേഷമാണല്ലോ പരാതി പറയുന്നത് അല്ലേ? ഞാനൊന്ന് സനീഷ, ഇയാളെ പിടിച്ചതിന് ശേഷമല്ലേ പരാതി പറയാൻ പറ്റുള്ളൂ? പരാതി പറയുന്നത് എപ്പോഴാ? ഞങ്ങൾ പരാതി പറഞ്ഞത് സുബീഷിനെ പിടിച്ച് തല്ലി മൊഴിയെടുത്തതുമായിട്ട് ബന്ധപ്പെട്ട പരാതി പറഞ്ഞിട്ടുള്ളത്. ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയിൽ കോടതിയിൽ കൊടുത്ത പരാതിയുടെ കോപ്പി വെച്ച് ഞങ്ങൾ പരാതി പറഞ്ഞിട്ടുണ്ട്. താങ്കൾ എന്താ ചോദിക്കുന്നത്? ഞങ്ങളുടെ പ്രവർത്തകൻ സുബീഷിനെ പിടിച്ച് 2 DYSPമാരും ചേർന്ന് തല്ലി ഈ കള്ളമൊഴി എടുത്തതിന് ശേഷം കിട്ടാവുന്ന എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ചാനൽ ചർച്ചയിൽ ശ്രീ P. ജയരാജൻ പറഞ്ഞിട്ടുണ്ട്, അറ്റ് എനി കോസ്റ്റ് ഞങ്ങൾ കാരായിമാരെ പുറത്തു കൊണ്ടുവരും. ഈ കാരായിമാരെ പുറത്തു കൊണ്ടുവരാതിരുന്നു കഴിഞ്ഞാൽ CPIMന്റെ കണ്ണൂർ ജില്ലയിലെ അടിത്തറ ഇളകും. കുഞ്ഞനന്തൻ ജയിലിലായതോടുകൂടി തന്നെ പല ഭാഗത്തും CPMൽ പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ട്. നേതാക്കന്മാർ തിരുവനന്തപുരത്ത് പോയി സുഖവാസം നടത്തുന്നു, അണികളെല്ലാം ജയിലിൽ പോകുന്നു എന്നുള്ളൊരു വികാരം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വിചാരണ നടക്കുന്ന കോടതിയുടെ മുമ്പാകെ ഇത്തരത്തിലൊരു കൺഫ്യൂഷൻ സൃഷ്ടിച്ചുകൊണ്ട് ഈ കാരായമാരെ രക്ഷിച്ചെടുക്കേണ്ടത് ഇന്ത്യ രാജ്യത്തിലെ CPIMന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് CPM ഇതിലപ്പുറം കള്ളക്കളി കളിക്കും. തീർച്ചയായും താങ്കളുടെ പോയിന്റ്, താങ്കൾ മുന്നോട്ട് വെക്കുന്ന പോയിന്റ് വളരെ വ്യക്തതയാർന്നതാണ്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ നസറുദ്ദീൻ എളമരം, അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം തിരുവനന്തപുരത്ത് ചേരുന്നു. ശ്രീ നസറുദ്ദീൻ എളമരം, ഇങ്ങനെയൊരു മൊഴി വന്ന സാഹചര്യത്തിൽ CPMകാരാണ് ഫസലിനെ കൊന്നത് എന്ന നിലപാട് തിരുത്തേണ്ടുന്ന എന്തെങ്കിലും സാഹചര്യം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടോ? ഞാൻ ഈ ചർച്ചയുടെ ആദ്യ ഭാഗം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എന്തായാലും പുതിയ വെളിപ്പെടുത്തലിൻ്റെ ഒരു സാഹചര്യത്തിൽ 1-2 കാര്യങ്ങൾ ഇതിൽ വരേണ്ടതുണ്ട്. നമ്മൾ ഒരാൾ ഒരു വിഷയം പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അത് എത്രമാത്രം സത്യസന്ധമാണ്, അല്ലെങ്കിൽ അത് എത്രമാത്രം അത് എങ്ങനെ മാത്രം അത് വിശ്വസിക്കാൻ പറ്റും എന്നുള്ളത് ഒരു പ്രധാന പ്രശ്നം തന്നെയാണ്. ഇതിൽ ഈ പറഞ്ഞ വ്യക്തിയുടെ ആദ്യത്തെ ഒരു ഓഡിയോ ക്ലിപ്പിംഗ് നേരത്തെ ഇത് സംബന്ധമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വലിയ ചർച്ച വന്നു. ഞങ്ങൾക്കൊക്കെ ആശങ്കയുണ്ടായിരുന്നു. കാരണം ഞങ്ങളെ പ്രിയപ്പെട്ട ഒരു സഹോദരന് അതും ചെറിയ പെരുന്നാളിൻ്റെ തലേ ദിവസം ഭീകരമായിട്ട് കൊല്ലപ്പെട്ട ഒരു വിഷയമായപ്പോൾ അതിലൊരു അന്വേഷണം നേരിട്ട് പോകുന്നു. ആ അന്വേഷണത്തിൻ്റെ ഇടയ്ക്ക് വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ വന്നു. ഞങ്ങൾക്ക് ചെറിയൊരു ആശങ്ക ഉണ്ടായിരുന്നു എന്താണ് ഇതിൻ്റെ വസ്തുത എന്ന കാര്യത്തിൽ. പക്ഷേ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അതേ വ്യക്തി തന്നെ മറ്റൊരു വെളിപ്പെടുത്തൽ നടത്തിയതാണ് യഥാർത്ഥത്തിൽ ഈ വ്യക്തിയെ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായി വന്നിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ദേശീയ സമിതി അംഗം ഖാജ ഹുസൈൻ അടക്കമുള്ള ആളുകൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ചെന്ന് ഇദ്ദേഹത്തെ കണ്ട് ഈ മൊഴി മാറ്റി പറയാൻ ജയരാജൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തോട് പറയണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മൊഴി കൂടി വന്നപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് കളവാണ് എന്ന് നിഗമനത്തിലെത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതും ഇതുപോലുള്ള ഒരു സംഗതി ആയിരിക്കൂലേ, അതിൻ്റെ പേരിൽ നമുക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലല്ല ഈ വിഷയമുള്ളത്. ഈ വ്യക്തിയെ ട്രസ്റ്റിലെടുക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിട്ട് തോന്നുന്നില്ല എന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. മറ്റൊന്നുള്ളത്, ഫസലിൻ്റെ കൊലപാതകത്തിൽ CPM അല്ല RSSകാരാണ് പ്രതികളെങ്കിൽ അത് പുറത്തു കൊണ്ടുവരികയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും പോലുള്ള നേതാക്കന്മാർ ഉൾപ്പെട്ട കേസാണ്. അതിൽ ഞങ്ങൾ തീർപ്പ് കൽപ്പിക്കുന്നത് എല്ലാവരും കോടതിക്ക് മുമ്പാകെ നിൽക്കുന്നൊരു കേസാണ്. CBI 3 ഏജൻസികൾ വളരെ കൃത്യമായി അന്വേഷിച്ചിട്ട് അതും നേരത്തെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്ന സ്ഥിതിക്ക് ശ്രീ നസറുദ്ദീൻ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വന്ന സ്ഥിതിക്ക് ഒരു അന്വേഷണം കൂടുതൽ നടക്കട്ടെ എന്ന നിലപാട് നിങ്ങൾ സ്വീകരിക്കുമോ? ആ നിലപാടുമായി നിങ്ങൾ കോടതിയിൽ പോകുമോ? അങ്ങനെ പോകേണ്ടുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി സജസ്റ്റ് ചെയ്ത് ഇതിൽ 2 കാര്യങ്ങൾ കൂടെ ഒന്ന് ശ്രദ്ധപ്പെടുത്തുക. ഒന്ന്, നേരത്തെ ഫസലിന്റെ ഭാര്യ മറിയു കൊടുത്ത അതായത് കേസന്വേഷണം അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ള ഒരു തോന്നലിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതിക്ക് മുമ്പാകെ ഒരു ഹർജി നൽകി.
ആ ഹർജി എല്ലാ വശങ്ങളും കേട്ടുകൊണ്ട് കോടതി തീർപ്പ് കൽപ്പിച്ചു. അതിനെതിരെ കേരള ഗവൺമെന്റാണ്, CPM അല്ല, കേരള ഗവൺമെന്റ് അപ്പീൽ പോയി സുപ്രീം കോടതിയിൽ. സുപ്രീം കോടതി അത് തള്ളിയിട്ട് CBI അന്വേഷണം സ്ഥിരപ്പെടുത്തിക്കൊണ്ട് അന്വേഷണം നടന്ന ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ടുകളും സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും അവസാനമായ ഒരു സംഗതികൾ കോടതിക്ക് മുമ്പാകെ നിൽക്കുന്നു. രണ്ടാമത്തത്, ഇപ്പോൾ ഈ വ്യക്തിയുടെ വെളിപ്പെടുത്തലും അതുപോലെ തന്നെ ഫസലിന്റെ സഹോദരൻ്റെതായ ഒരു പരാതിയും കോടതിക്ക് മുമ്പാകെ വന്നിരിക്കുന്നു. ഈ കാര്യത്തിൽ കോടതി എന്ത് തീരുമാനമെടുത്തു കഴിഞ്ഞാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പുനരന്വേഷണം വേണമെന്ന് പറഞ്ഞാലും വേണ്ട എന്ന് പറഞ്ഞാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഞങ്ങൾ ഒരു കക്ഷിയല്ല, മറിച്ച് ഇതിൽ നിജസ്ഥിതി ജനങ്ങൾക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. ഇവിടെ ഇല്ലാത്ത ചില കീഴ്വഴക്കങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം പോലീസിന്റെ മുമ്പിൽ ഒരാൾ കൊടുത്ത മൊഴി അത് എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് കിട്ടിയിട്ട് അത് കോടതിയിൽ ഒരു എവിഡൻസ് ആയിട്ട് കൊടുക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അപ്പോ അതൊക്കെ സത്യത്തിന് ആത്യന്തികമായി സത്യത്തെ പുറത്തെത്തിക്കാനുള്ള കാര്യങ്ങളുടെ ഭാഗമായിട്ടാണെങ്കിൽ അതൊന്നും ഒരു കുഴപ്പവുമില്ല. ആത്യന്തികമായിട്ട് ആരാണ് കുറ്റക്കാർ, ആരാണ് നിരപരാധികൾ എന്ന് തെളിയുകയാണല്ലോ വേണ്ടത്. ഫസലിന് നീതി ലഭിക്കുകയാണല്ലോ വേണ്ടത്. അതിന് ഇതൊന്നും ഒരു തടസ്സങ്ങളേ അല്ല. ശ്രീ എൻ ഷംസീർ, ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രീ വി രാജേഷ് പറഞ്ഞ കാര്യങ്ങളിൽ പ്രസക്തമായത് രണ്ടെണ്ണമാണ്. അതായത് ഒന്ന്, കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന കാലത്ത് CPMന്റെ സർക്കാർ ഉള്ള കാലത്താണ് ഈ CPM നേതാക്കളാണ് കുറ്റവാളികൾ, കൊലയാളികൾ എന്ന നിലയിലേക്ക് കേസ് വന്നത്. അക്കാലത്തൊന്നും RSSന്റെയോ BJPയുടെയോ സാന്നിധ്യം ആരും സംശയിച്ചിട്ട് പോലുമില്ല. ഒരു അന്വേഷണ സംഘവും അത് കണ്ടെത്തിയിട്ടില്ല. രണ്ടാമത്, CBI ഇവരെ പ്രതിയാക്കിയത്, ഈ നിലക്ക് കേസിനെ സ്ഥാപിച്ചത് BJP സർക്കാരിൻ്റെ കാലത്തല്ല, കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്താണ്. അപ്പോൾ അതിനകത്ത് ആ കാലങ്ങളിലാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായത് എന്നതുകൊണ്ട് ഇപ്പോഴീ വരുന്ന മൊഴികൾ ഉണ്ടാക്കിച്ചതാണ്, CPM ഉണ്ടാക്കിച്ചതാണ് എന്ന BJPയുടെയും SDPIയുടെയും സംശയം അങ്ങനെ നിലനിൽക്കുകയല്ലേ ചെയ്യുക? ഇതിലിപ്പോൾ ഈ കൊലപാതകം നടന്ന ഘട്ടത്തിൽ, അതാണ് നേരത്തെ അബ്ദുറഹിമാനോട് സൂചിപ്പിച്ചത്, അന്ന് വൈകുന്നേരം ചേർന്ന സമാധാന യോഗത്തിൽ SDPIയുടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ അന്നത്തെ കണ്ണൂർ ജില്ലാ നേതാവ് AC ജലാലുദ്ദീൻ പറഞ്ഞത്, കൊലയാളികളുമായി ഇരുന്ന് ചർച്ച ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല. അന്ന് മുതൽ RSS ആണ് കൊലപാതകികൾ എന്നാണ് SDPI പറഞ്ഞത്. പിന്നീട് ഒരു ഘട്ടത്തിൽ ഈ കേസിൽ ക്രൈംബ്രാഞ്ചിൽ CPIMന്റെ അനുഭാവികൾ പിടിക്കപ്പെട്ടു. ശരി തന്നെയാണ്, നിങ്ങൾ നിഷേധിക്കുന്നില്ല. ആ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ ബോധപൂർവം CPIMന്റെ അനുഭാവികളെ പെടുത്തി. അവരപ്പോഴും പറഞ്ഞു, പൊളിറ്റിക്കൽ അല്ല മർഡർ, മറിച്ച് ഈ കൊലപാതകികളും വ്യക്തിയും ഈ പറഞ്ഞ ഫസലും തമ്മിലുള്ള വ്യക്തിവിദ്വേഷമാണ് എന്നാണ് പറഞ്ഞത്. പക്ഷെ പിന്നീട് കേസ് CBI ഏറ്റെടുത്തു. CBI ഏറ്റെടുത്ത ഘട്ടത്തിലാണ് ഇതൊരു പൊളിറ്റിക്കൽ കളർ കൊടുത്ത് 5 പേര്, CPIMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, CPIMന്റെ ഏരിയ കമ്മിറ്റി അംഗം, അതുപോലെ CPIMന്റെ മറ്റു 3 പ്രവർത്തകന്മാരെ പിടിച്ചത്. ഇത് നേരത്തെ കാരായി സൂചിപ്പിച്ചതുപോലെ 2-3 പ്രതികളെ പോളിഗ്രാഫ് ടെസ്റ്റിന് വിധേയമാക്കി. റിപ്പോർട്ട് നെഗറ്റീവാണ്. ഈ പ്രതികളെല്ലാം ബ്രെയിൻ മാപ്പിങ്ങിനും പോളിഗ്രാഫ് ടെസ്റ്റിനും വിധേയമാണ് എന്ന് CBI പിടിച്ച എല്ലാ പ്രതികളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. CBI ഉണ്ടാക്കിയ കഥകൾ, ആ കഥകൾ തലശ്ശേരിയിലെ ജനങ്ങൾക്ക് എന്നല്ല, കേരളത്തിലെ ജനങ്ങൾക്ക്, സാമാന്യ ബുദ്ധിയുള്ളവർക്ക് വിശ്വാസയോഗ്യമായ കഥകളായിരുന്നില്ല. എന്തിനാണ് രാജേഷ് നന്നായി സംസാരിക്കാനൊക്കെ കഴിവുള്ള ആളാണ്. പക്ഷെ രാജേഷ്, ഇതിൽ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കില്ല. കാരണം നിങ്ങളുടെ ഭാഗത്ത് സത്യമില്ല. നിങ്ങൾ കള്ളമാണ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. ആ കള്ളത്തെ ന്യായീകരിക്കാൻ എത്ര പരിശ്രമിച്ചാലും നിങ്ങൾക്ക് ഈ കേസ് വാദിച്ച് ജയിക്കാൻ കഴിയില്ല രാജേഷ്. ഒരു ഫെയറായി വാദിച്ചു കഴിഞ്ഞാൽ ഇതിലെ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയെങ്കിൽ അതുകൂടി പറയട്ടെ. ഒരു പുനർ ഇൻവെസ്റ്റിഗേഷൻ, ഫർദർ ഇൻവെസ്റ്റിഗേഷനോ അല്ലെങ്കിൽ റീ ഇൻവെസ്റ്റിഗേഷനിലോ പോകുമ്പം അതുകൂടി അന്വേഷിക്കട്ടെ. പിന്നെ നിങ്ങൾ ഇവിടെ ചില DYSPമാരുടെ പേര് പരാമർശിച്ചു. അവരെ കുറെ കാലമായി എനിക്കറിയുന്നവർ. അവരൊന്നും ഏതെങ്കിലും തരത്തിൽ ഒരു വ്യക്തിത്വം കളഞ്ഞുകൊണ്ട് ആരുടെങ്കിലും കൂടെ നിൽക്കുന്നവരല്ല. അത് പ്രിൻസ് ആവട്ടെ സദാനന്ദനാവട്ടെ, അവർ വ്യക്തിത്വമുള്ള ഓഫീസർമാരാണ്. ഇതിൽ സദാനന്ദൻ എനിക്കൊരു പറയാം, ഞാൻ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുമ്പം തലശ്ശേരിയിൽ SFIയുടെ അന്നത്തെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ബൈജുവിന് നേരെ വെടിവെച്ചാണ് സദാനന്ദൻ. അതുപോലെ നിരവധി SFIക്കാരെയും DYFIക്കാരെയും പല കേസിനകത്തും അറസ്റ്റ് ചെയ്താണ് സദാനന്ദൻ. അതുപോലെ DYSP പ്രിൻസ് വിദ്യാർത്ഥി യുവജന സമരരംഗത്ത് നിൽക്കുമ്പോൾ ഞങ്ങളെല്ലാം ഇതിൽ സംശയത്തോടെ നോക്കുന്ന ആളുകൾക്ക് ഇങ്ങനെയൊരു മൊഴി വന്നതുകൊണ്ട് ഇങ്ങനെയും ആകാമല്ലോ ശരി എന്ന നിലക്ക് ആ ആംഗിളിൽ നിന്ന് നോക്കുന്ന ആളുകൾക്ക് സംശയമുണ്ടാക്കുന്ന മറ്റു പല കാര്യങ്ങളും ഇതിന്റെ ചരിത്രത്തിനകത്തുണ്ട്. ഫസൽ വധക്കേസിൽ ആദ്യം അറസ്റ്റിലായ കൊടിസുനി ഉൾപ്പെടുന്ന CPMകാരെ ക്രൈംബ്രാഞ്ച് ആ കാലത്ത് വലിയ തോതിൽ ചോദ്യം ചെയ്തിരുന്നു. എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ ആരുടെ ഭാഗത്തു നിന്നും ഒരു കുറ്റസമ്മത മൊഴി അവർക്ക് ലഭിച്ചിട്ടില്ല. അത് ഇവർ തന്നെ
ഒരു കവർച്ചാ കേസിൽ പിന്നീട് ഇവരെ പിടിച്ചിരുന്നു എന്ന് പറയുന്നു. അതും ആ സമയത്തും അന്വേഷണം നടത്തിയെങ്കിലും അവരിൽ നിന്ന് എന്തെങ്കിലും കുറ്റസമ്മതം മൊഴിയെടുക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. 2010 മാഹി ഇരട്ടക്കൊലക്കേസിൽ കൊടിസുനിയെയും മറ്റും വീണ്ടും പോലീസ് അറസ്റ്റ് ചെയ്തു. അതിലും സത്യത്തിലേക്ക് എത്താൻ അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റസമ്മത മൊഴിയായിട്ട് ഈ കേസിൽ എത്താൻ അവർക്ക് ആർക്കും സാധിച്ചില്ല പോലീസിന്. 2012 ടി.പി. ചന്ദ്രശേഖരൻ കേസിൽ കൊടിസുനി അറസ്റ്റിലാവുന്നത്. ആ കാലത്തും ഇതിനെ സ്ഥാപിക്കുന്ന ഇന്നിപ്പോൾ മറ്റൊരു കേസിൽ അറസ്റ്റിലായതിനു ശേഷം മോഹനൻ വധക്കേസിൽ അറസ്റ്റിലായ ഈ പ്രതി ഇദ്ദേഹം മറ്റൊരു കേസിലെ വിവരം നൽകുന്നത് പോലെ ഈ പറയുന്ന 3-4 കൊലപാതക കേസുകൾ അടക്കമുണ്ടായിട്ട് പോലും അതിനകത്തൊന്നും ഈ കൊടിസുനിയിൽ നിന്നോ മറ്റു സംഘങ്ങളിൽ നിന്നോ ഈ കേസിൽ അറസ്റ്റിലായ പ്രതികളായിട്ടുള്ള ആളുകളിൽ നിന്ന് ഈ കേസിൽ ഒരു കുറ്റസമ്മത മൊഴിയെടുക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല. അവരെല്ലാം തള്ളിക്കളിയാണ് ചെയ്തത്. ഒപ്പം ഇവർ ഈ രണ്ടുപേരും പറയുന്ന കാരായി രാജനും ശ്രീ ഷംസീറും പറയുന്ന ഈ പോളിഗ്രാഫ് ടെസ്റ്റ് ഞങ്ങളതിന് തയ്യാറാണെന്ന് പറഞ്ഞു. പോളിഗ്രാഫ് ടെസ്റ്റ് നടത്തി. അതിലും ഈ പറയുന്നതിനെ സ്ഥാപിക്കുന്ന തെളിവുകൾ കിട്ടിയിട്ടില്ല. ഇത്തരം കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ എവിടെയോ എന്തോ ഒരു കുഴപ്പമുണ്ടായിട്ടുണ്ട്. ഇങ്ങനെയും ആകാം, ഈ അന്വേഷണം കൂടെ നടക്കണം എന്ന് പൊതുസമൂഹം ആകെ തന്നെയും എഴുന്നേറ്റ് നിന്ന് ആവശ്യപ്പെടേണ്ടുന്നൊരു സാഹചര്യം ഉണ്ടായിട്ട് വന്നിട്ടുണ്ട് എന്ന് നമ്മൾക്ക് തോന്നുന്നില്ലേ ശ്രീ നസറുദ്ദീൻ അളമരം? നിങ്ങളുടെ ആളാണ് കൊല്ലപ്പെട്ടയാൾ, ഒരു പെരുന്നാൾ ദിവസം കൊല്ലപ്പെട്ടയാൾ. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടി, സത്യം പുറത്തു വരാൻ വേണ്ടി നിങ്ങൾ കൂടെ ഇവരോടൊപ്പം ചേർന്ന് ആരാണ് ഇതിൽ കുറ്റക്കാരെന്ന് തെളിയിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയല്ലേ വേണ്ടത്? അല്ല, ഇതിൽ പിന്നെ ഞാൻ പറഞ്ഞില്ല ആരാണ് കുറ്റക്കാരെന്ന് തെളിയിക്കാൻ. ഇപ്പോൾ CPM-ൻ്റെ കയ്യിലാണ് അധികാരമുള്ളത്. CPM-നെ സംബന്ധിച്ചിടത്തോളം എല്ലാ സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ CPM-ൻ്റെ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ സംഗതികളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു അന്വേഷണം, ഇപ്പം ഞാൻ പറഞ്ഞു 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. 2 തരം കേസ് ഇപ്പം നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന്, ഫസലിൻ്റെ ഭാര്യ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ CBI അന്വേഷണം നടന്ന് ഒരു അറ്റം വരെ എത്തിയിരിക്കുന്നു. അതിൽ കുറേ പ്രതികളെ കണ്ടെത്തിയിരിക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, ഒരു പുനരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പിന്നെ ഫസലിൻ്റെ സഹോദരൻ എന്ന് പറയുന്ന വ്യക്തി ഫസലിൻ്റെ സഹോദരന് ഹൈക്കോടതിക്ക് മുമ്പാകെ പുതിയൊരു പെറ്റീഷൻ നൽകിയിരിക്കുന്നു. ഇത് രണ്ടും കൂടെ വരട്ടെ, എന്നിട്ട് അതിലൊരു പുനരന്വേഷണം വരുന്നതിന് ഞങ്ങൾ എന്തിനാണ് എതിർക്കുന്നതിനൊക്കെ? പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതായത് ഇപ്പോൾ ഭരിക്കുന്നത് CBI ആണ് അന്വേഷിക്കുന്നത്. CBI ഏതായാലും കേന്ദ്രത്തിന് കീഴിലാണ്. കേന്ദ്രത്തിൽ ഭരിക്കുന്നത് ഇവർക്ക് അനുകൂലമായിട്ട് സർക്കാരൊന്നുമല്ല. അതുകൊണ്ട് ആ അന്വേഷണം നടക്കട്ടെ എന്ന നിലപാട് താങ്കൾ സ്വീകരിക്കുമോ? ഒരുപക്ഷെ കോടതി അത് ഏത് നിലക്കുള്ള തീരുമാനമാണ് എടുക്കാൻ നമുക്കറിയുകയില്ല. പക്ഷേ ആ നിലപാട് ആവശ്യപ്പെടൽ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ടോ? സനീഷ്, ഏതെങ്കിലും കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു കേസിൽ കോടതി നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ സത്യസന്ധരായ ഉദ്യോഗസ്ഥർ നടത്തുന്ന ഏതെങ്കിലും അന്വേഷണത്തെ ഞങ്ങൾ തടസ്സപ്പെടുത്തിയിട്ടുണ്ടോ? ഇന്ന് ഈ പെറ്റീഷൻ ശ്രീ അബ്ദുൾ റഹ്മാൻ ഫയൽ ചെയ്തിരിക്കുന്നത് കോടതിയിലാണല്ലോ. തീരുമാനമെടുക്കട്ടെ സനീഷേ. തീരുമാനമെടുത്തിട്ട് ഇപ്പോൾ CBI അന്വേഷിക്കുന്നത്. ഹൈക്കോടതിയോ കൺസേൺഡ് കോടതികൾ തീരുമാനമെടുത്തിട്ട് ഏത് അന്വേഷണം നടത്തട്ടെ. ഇവിടെ നേരത്തെ ഷംസീർ വാചാലനായല്ലോ. രാജേഷെ, നിങ്ങൾക്ക് കേസ് വാദിച്ച് ജയിക്കാൻ സാധിക്കില്ല. ഷംസീറെ നമുക്ക് കാണാം. ഞാനും ഷംസീറും ഒക്കെ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ. ഇവിടെ പ്രശ്നം എന്താ? ഇത്തരത്തിലൊരു അന്വേഷണം നടന്ന് ഒരു കൺഫ്യൂഷൻ സൃഷ്ടിച്ച് വിചാരണ കോടതിയുടെ മുമ്പായി കൊണ്ടുപോയിട്ട് കാരായിമാരെ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട്സ്, സംശയത്തിൻ്റെ ആനുകൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിചാരണ കോടതിയിൽ നിന്നല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്നെങ്കിലും ജയകൃഷ്ണൻ മാസ്റ്റർ കേസിൽ അച്ചാരുപറമ്പത്തിൽ പ്രദീപിനെയൊക്കെ വിട്ടതുപോലെ ബെനിഫിറ്റ് ഓഫ് ഡൗട്ട്സിൻ്റെ അടിസ്ഥാനത്തിൽ വിടിയിക്കാൻ പറ്റുമോ എന്നുള്ളൊരു അവസാന ശ്രമം നടത്തുകയാണ് CPIM. സത്യസന്ധമായി സുതാര്യമായി നടക്കുന്ന ഒരന്വേഷണത്തിൽ ഞാൻ പറയുന്നു, കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ കുറേ കാലങ്ങൾ കൊണ്ട് നടന്ന മർഡർ പോലും അന്വേഷിക്കുന്ന ഞങ്ങൾ ഒരു തടസ്സവുമില്ല. ഷംസീർ വളരെ നല്ല വാദമാണ് വച്ചത്. ഏറ്റവും നല്ല വ്യക്തിത്വമുള്ള 2 ഓഫീസർമാർ സദാനന്ദനും പ്രിൻസ് എബ്രഹാമും, അവർ വ്യക്തിത്വം ആർക്കും അടിയറ വയ്ക്കുക. അവർക്ക് വ്യക്തിത്വം ഇല്ല ഷംസീറെ. അവരുടെ വ്യക്തിത്വവും നട്ടല്ലുമൊക്കെ തന്നെ തലശ്ശേരി CPM-ൻ്റെ ഓഫീസിൽ കൊണ്ടുവന്ന് അടിയറ വെച്ചിട്ട് വർഷങ്ങളായി. അതുകൊണ്ടല്ലേ നിങ്ങൾ അവരെയൊക്കെ തന്നെ അവിടെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്? അവർ രണ്ടല്ലാതെ വേറെ ഏതെങ്കിലും ഓഫീസർമാർ ഇത്തരം നിലവാരം താഴ്ന്ന പണിക്ക് നിൽക്കുമോ? ഓഫീസിൽ കൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടുപോയി നിരപരാധിയെ ഇഞ്ചക്ഷൻ കൊടുത്ത് മൊഴി പറയിക്കാൻ നിൽക്കുമോ? നിങ്ങളുടെ പാദസേവ ചെയ്യുന്നവരാണ് സദാനന്ദനും പ്രിൻസ് എബ്രഹാം എന്ന് ചാനൽ അവരുടെ സുചിന്തിതമായിട്ടുള്ള നിലപാടാണ്. അക്കാര്യത്തോടൊപ്പമാണ് അവർ ചേർന്ന്. നോക്കൂ, നിങ്ങളുടെ ഭാഗത്തല്ല സത്യമെങ്കിൽ, നിങ്ങൾ ഈ പറയുന്നതല്ല ശരിയെങ്കിൽ ഒരിക്കലും നിങ്ങൾ വിജയിക്കാൻ പോകുന്നില്ല ശ്രീ ഷംസീർ. അതിൽ സനീഷ്, രാജേഷ് ഈ പറയുന്ന RSSന്റെ കണ്ണൂരിലെ നേതാക്കന്മാർ കൊടുക്കുന്ന വിവരം വെച്ചാൽ സംസാരിക്കുന്നത്. ഞാൻ ഈ പറയുന്ന പ്രദേശത്തുള്ള ഒരാളാണ്. അതുകൊണ്ട് കുറച്ചുകൂടി ആധികാരികമായി എനിക്ക് സംസാരിക്കാൻ സാധിക്കും. നിങ്ങൾ DYSP സദാനന്ദനെയും DYSP പ്രിൻസിനെയും അംഗീകരിക്കണ്ട. കണ്ണൂർ KAP 4th കമാൻഡന്റ് സഞ്ജയ് കുമാർ ഗരുഡിനുണ്ട്, IPS ഓഫീസറാ. അദ്ദേഹം കണ്ണൂരിൽ നിന്ന് മാറിപ്പോകുന്ന ഘട്ടത്തിൽ
കണ്ണൂരിൽ അദ്ദേഹം ഫെയർവെൽ കൊടുക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം മീഡിയാസിനോട് പറഞ്ഞ കാര്യമുണ്ട്. എനിക്ക് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്, ഈ ഫസൽ കേസിനകത്ത് യഥാർത്ഥ പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞുവെന്ന്. നിങ്ങൾ പോയി ചോദിക്ക്. സഞ്ജയ് കുമാർ കരുണയായിരുന്നല്ലോ കണ്ണൂർ SP. അയാൾ പോട്ടെ, പ്രിൻസും സദാനന്ദനും ഞങ്ങളുടെ സമ്മർദ്ദത്തിന് വിധേയമാവുന്ന ആളാണെങ്കിൽ സഞ്ജയ് അങ്ങനെ വഴങ്ങുന്ന ആളല്ല. നിങ്ങൾക്ക് തന്നെ അറിയാലോ, സഞ്ജയ് ഒരു തരത്തിലും ഞങ്ങൾക്ക് വഴങ്ങിയ ആളല്ലോ. സഞ്ജയ്ക്ക് പൂർണ്ണ ബോധ്യമുണ്ടല്ലോ. കണ്ണൂരിലെ ഇപ്പോഴത്തെ KP കമാൻഡന്റ് സഞ്ജയ് കുമാർ കരുടിൻ, അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യമുണ്ടല്ലോ. അതുകൊണ്ട് രാജേഷ്, RSSന്റെ കണ്ണൂർ നേതൃത്വം പറയുന്നത് കേട്ട് നിങ്ങൾ സംസാരിക്കരുത്. നിങ്ങൾ ഈ പറയുന്ന കേസിൽ സഞ്ജയ് കുമാർ കരുടിൻ ഹാജരാക്കട്ടെ. പിന്നെ ഒരു കാര്യം, സനീഷ് എന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വിടട്ടെ. എന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വിടൂ. ഈ കേസിനകത്ത് ഞാൻ ഒരു കാര്യം പറയാം. ഈ കേസിനകത്ത് എന്നെ പറയാൻ അനുവദിക്കും. അദ്ദേഹത്തിന് ചോദ്യമുണ്ട്. ശ്രീ ബി രാജേഷ് ചോദ്യം ചോദിക്കും, എന്നിട്ട് അതിനോട് ചേർത്ത് ഷംസീർ മറുപടി പറയും. ശ്രീ ബി രാജേഷ്, താങ്കളുടെ ചോദ്യം. ഷംസീർ പറയുന്നത് ശരിയാണ് എന്നുണ്ടെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തര ഉപമന്ത്രിയായിരുന്നപ്പോഴേക്കും ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് അറസ്റ്റ് ചെയ്ത പ്രതികൾ തെറ്റായ പ്രതികളായിരുന്നോ? താങ്കൾക്ക് അതുകൂടെ ചേർത്ത് പറയാം ശ്രീ ഷംസീർ. പറഞ്ഞല്ലോ, ഈ കേസിനകത്ത് മറ്റുള്ളവർ യഥാർത്ഥ പ്രതി. ഇപ്പൊ കുപ്പി സുബീഷും അതുപോലെ പുലി പ്രബീഷും ഷിനോജുമാണ് പ്രതി എന്ന് പറഞ്ഞാൽ മറ്റത് അണ്ടർസ്റ്റുഡ് അല്ലേ? അത് പറയേണ്ട കാര്യമുണ്ടോ? അത് മാത്രമല്ല, എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഈ കേസിനെ കുറിച്ച് പറഞ്ഞു, ഞാൻ ആ ചാർജ് ഷീറ്റ് വായിച്ചവനാ. നിങ്ങളിപ്പോ പറയുന്നു ഞങ്ങൾക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു വേഷാറുമില്ല. ഈ കേസിനകത്ത് ഫെയർ ട്രയൽ നടന്നാൽ ട്രയൽ കോർട്ടിൽ നിന്നും ഈ 8 പ്രതികളും കുറ്റമുക്തമാക്കപ്പെടും. ഇവിടെ നിങ്ങൾ പറയുന്നു ബെനിഫിറ്റ്സ് ഓഫ് ഡൗട്ടും സുപ്രീം കോടതിയെ കുറിച്ചാ. ട്രയൽ കോർട്ടിൽ തന്നെ ഈ കേസ് എക്യൂട്ടിലാവും, ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. കാരണം കണ്ടറിവും കേട്ടറിവുമാണ്. CBI എന്ന് പറയുന്ന സംവിധാനത്തോട് ബഹുമാനമുള്ള ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, ദുരഭിമാനം വെടിയണം. CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെ ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ അബ്ദുറഹ്മാൻ, താങ്കളുടെ സഹോദരനാണ് കൊല്ലപ്പെട്ടത്. അതിൽ സത്യം പുറത്തു വരിക എന്നത് താങ്കളുടെ കുടുംബത്തിന്റെ ഏറ്റവും വലിയ ആവശ്യവുമാണ്. നോക്കൂ, താങ്കൾ പറയുന്ന ഇടത്തല്ല ഫസലിന്റെ ഭാര്യ നിൽക്കുന്നത്. അവരിപ്പോഴും CPMകാരാണ് കൊലപാതകികൾ, അങ്ങനെ തന്നെ കാര്യങ്ങൾ പോകണം, അവർ അതിനുവേണ്ടിയുള്ള ശിക്ഷ അനുഭവിക്കണമെന്ന നിലപാടുള്ള ആളുകളാണ്. ഈ CBI കോടതിയിൽ ഇന്ന് സമർപ്പിച്ച ഈ തെളിവ് മുഖവിലേക്കെടുത്തിട്ട് അന്വേഷണം ആ ഘട്ടത്തിലേക്ക് കൂടെ വ്യാപിക്കും, ആ രീതിയിൽ കൂടെ വ്യാപിക്കും എന്ന പ്രതീക്ഷയുണ്ടോ താങ്കൾക്ക്? ഇങ്ങനെ ഒരു വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണം നടത്തിയാൽ എന്താ ഈ നാട്ടിൽ സംഭവിക്കാൻ പോകുന്നത്? പിന്നെ നിങ്ങളൊന്ന് പറഞ്ഞില്ലേ ഫസലിൻ്റെ ഭാര്യ എന്ന്. ഇന്ന് ഫസലിൻ്റെ ഭാര്യ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഫസലിൻ്റെ ഭാര്യ ഇന്ന് മറ്റൊരാളുടെ ഭാര്യയാണ്. അവർ പോലും ഫസലിനെ മറന്നു കഴിഞ്ഞു. ആ ഫസലിൻ്റെ ഭാര്യനെ കുറിച്ചിട്ട് നിങ്ങൾ പറയരുത്. ഇപ്പം അതായത് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ആവശ്യപ്പെടുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, ഇത് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ഒന്ന് സത്യസന്ധമായിട്ട് അന്വേഷിക്കാൻ CBIനോട് പറയുന്നുള്ളൂ. കാരണം മറ്റെല്ലാം നിങ്ങൾ അന്വേഷിച്ചോ, അതിൻ്റെ കൂടെ ഇതും കൂടെ അന്വേഷിക്കാനാണ് പറയുന്നത്. തീർച്ചയായും വ്യക്തമാണത്. നമുക്ക് അവസാനിപ്പിക്കാം ഈ ചർച്ച. ശ്രീ കാരായി രാജൻ, ഇന്ന് ഇത്രയും കാലം ഈ കേസ് CPMകാരാണ് കൊലപാതകികൾ, താങ്കളടക്കമുള്ള ആളുകളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴും അക്കാര്യത്തിൽ നിയമപരമായിട്ട് എന്തെങ്കിലും ആനുകൂല്യ നിലപാടൊന്നും താങ്കൾക്ക് കിട്ടിയിട്ടുമില്ല. അക്കാര്യത്തിൽ താങ്കളെ പൂർണ്ണമായിട്ട് കുറ്റവിമുക്തരാക്കേണ്ട നിലപാടിലേക്കൊന്നും കാര്യങ്ങൾ നിയമപരമായി എത്തിയിട്ടില്ല. പക്ഷേ എങ്കിൽ തന്നെയും ഇന്നിപ്പോൾ ഈ സംശയം ഉയർന്നു വന്നിരിക്കുന്ന സാഹചര്യത്തിൽ, ഇങ്ങനെയൊരു മൊഴി നാട്ടുകാർ മുഴുവൻ കേട്ടിരിക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ആ ഭാഗത്ത് നിന്ന്, താങ്കളുടെ ഭാഗത്ത് നിന്ന് കൂടെ കാര്യങ്ങളെ കാണേണ്ടുന്നൊരു അവസ്ഥയുണ്ട്. അത് നിയമപരമായി തന്നെയും അങ്ങനെയാണ്. ഈ പറയുന്ന 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന കാര്യം അവിടെ ഉള്ളതുകൊണ്ട് 2012 ജൂൺ 22-ാം തീയതി താങ്കൾ ഒപ്പം കാരായി ചന്ദ്രശേഖരനും കോടതിയിൽ കീഴടങ്ങിയതാണ്. അതിനുശേഷം ഇങ്ങോട്ട് ഇത്രയും കാലം, അതുവരെ പൊതുപ്രവർത്തകനായി നിന്നിരുന്ന താങ്കൾ ഒരു കൊലപാതക കേസിലെ പ്രതിയായി ഇത്രയും കാലം സ്വന്തം നാട്ടിലേക്ക് പോകാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുകയാണ്. പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് ഇടയ്ക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ജയിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും ആ കാര്യങ്ങളിലേക്കൊന്നും പൂർണ്ണമായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. നോക്കൂ, എത്രക്ക് ദുഃഖകരമായിട്ടുള്ള, ദുരിതകരമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് താങ്കൾ കടന്നുപോയത്. അതിന് ഒരു അവസാനമുണ്ടാകും എന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ടോ? സനീഷ്, വ്യക്തിപരമായ നഷ്ടങ്ങളും കഷ്ടങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഇപ്പോൾ പരിശോധിച്ചാൽ ഇവിടെ രാജേഷ് ഉൾപ്പെടെ പലരും പറഞ്ഞല്ലോ, കേരളത്തിൽ എത്ര കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്,
എത്ര ആയിരക്കണക്കിന് ആളുകൾ അതിലൊക്കെ പ്രതികളായിട്ടുണ്ട്. ഇതിനേക്കാൾ ഭീകരമായ ക്രൂരമായ കൊലപാതകങ്ങൾ പലതും കേരളത്തിൽ നടന്നിട്ടുണ്ട്, ഈ സമീപകാലത്ത് വരെ നടന്നിട്ടുണ്ട്. എന്നാൽ അത്തരമൊരു കേസുകളിൽ ഒന്നുമില്ലാത്ത ഒരു പീഡനം, ഒരു നിയമവിരുദ്ധത, നീതിരാഹിത്യം എന്തിനാണ് ഞങ്ങളോട് മാത്രം സ്വീകരിക്കുന്നത്? ഇതാണ് പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടത്. ഒരു ദിവസം ജയിലിൽ കിടന്നാൽ ചർച്ച ചെയ്യുന്ന നാടാണ് ഈ സമൂഹം. ഒരു ദിവസത്തെ മനുഷ്യാവകാശത്തിന് വേണ്ടി പോലും എന്ന നാടാണിത്. കുറ്റാരോപിതരായിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. കുറ്റാരോപിതർ എന്നും ഞങ്ങൾക്ക് പറയാനിപ്പോൾ പറ്റില്ല. കാരണം എല്ലാം പുറത്തു വന്നിരിക്കുകയാണ്. ഇനിയും പുറത്തു വരും. ഞങ്ങൾക്കതിലെല്ലാം വിശ്വാസമുണ്ട്. ഇനിയും പുതിയ പുതിയ വിവരങ്ങൾ ഓരോന്നും പുറത്തു വന്നുകൊണ്ടിരിക്കും. അപ്പോഴും രാജേഷിൻ്റെ ആൾക്കാരൊക്കെ ഇത് തന്നെ പറയും. ഇത് മാത്രമല്ല, രാജേഷിൻ്റെ ആൾക്കാരൊക്കെ കൊലയാളികളെന്ന മുദ്ര കുത്തി നാടാകെ പ്രചരിപ്പിച്ച് വേട്ടയാടി ഞങ്ങളെയൊക്കെ പീഡിപ്പിച്ചു. ഈ മനുഷ്യാവകാശ ലംഘനം എന്തേ മറ്റൊരു കേസിലും ഇല്ലാത്തത്? രാജേഷിന്റെ പാർട്ടിക്കാരായിട്ടുള്ള എത്ര ആളുകൾ കൊലപാതക കേസുകളിൽ അവരുടെ നേതാക്കന്മാർ ഉൾപ്പെടെ പ്രതികളായിട്ടുണ്ട്. അവർക്കെല്ലാം ഇത് ബാധകമാണോ? അമിത്ഷാ കൊലക്കേസിലെ പ്രതിയായിരുന്നു രാജേഷ്. അമിത്ഷായെ നാട് കടത്തിയിട്ടുണ്ട്. ഗുജറാത്തിലേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്ന് അമിത്ഷായ്ക്ക് നിരോധനം ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് ഉണ്ടായത്? CPM അറസ്റ്റ് ചെയ്തത് ഹൈക്കോടതിയാണ് അങ്ങയെ ജില്ലയ്ക്ക് പുറത്തേക്ക് വിട്ടത്. കോൺഗ്രസ് ഗവൺമെന്റ് ഭരിക്കുമ്പോഴാണ് CBI അങ്ങേ പ്രതിയാക്കിയത്. ഞങ്ങളല്ല. പറയട്ടെ രാജേഷ്, എന്തിനാ ബേജാറാവുന്ന? കാരായി പറയട്ടെ. ആയിരുന്നുവെങ്കിൽ ഞങ്ങളൊന്നും പ്രതിയാവില്ല രാജേഷ്. ഞങ്ങൾ പ്രതിയാവില്ല. രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് പോകേണ്ടതില്ല. എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ച് തീർപ്പ് കൽപ്പിക്കാനും നമ്മൾ കോടതിയോ ഒന്നുമല്ല. ഇതൊരു ടെലിവിഷൻ ചർച്ച മാത്രമാണ്. സ്വാഭാവികമായിട്ടും ഇക്കാര്യത്തിൽ ആളുകൾക്ക് പറയാനുള്ളത് കേൾക്കുക, പറയാനുള്ളത് കേൾപ്പിക്കുക എന്ന് മാത്രമാണ് ഞങ്ങളുടെ ദൗത്യം. സ്വാഭാവികമായിട്ടും ഇക്കാര്യത്തിൽ എന്തെങ്കിലും അന്തിമ തീർപ്പിലേക്ക് എത്തുക ഒരു ടെലിവിഷൻ ചർച്ചയിൽ സാധ്യവുമല്ല, അതിൻ്റെ ആവശ്യവുമില്ല. കോടതി 15-ാം തീയതി ഇത് സംബന്ധിച്ച് വിധി പറയുകയും ചെയ്യും. പക്ഷേ ഏറ്റവും പ്രമാദമായ ഒരു കേസിൽ ഇങ്ങനെ അതിനാടകീയമായിട്ടുള്ള സംഭവ വികാസങ്ങളിലേക്ക് പോകുന്നു. കൊന്ന ആളുകളുടെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ആളുകളാണ് കൊലപാതകം നടത്തിയതെന്ന മൊഴി പുറത്തു വരുന്നു. അത് മർദ്ദിച്ചുണ്ടാക്കിയതാണ്, പോലീസ് ഇഞ്ചക്ട് ചെയ്തുണ്ടാക്കിയതാണ് എന്ന മറുമൊഴിയും വിശദീകരണവും വരുന്നു. അങ്ങേയറ്റം നാടകീയമായ കാര്യങ്ങളിലൂടെ പോവുകയാണ്. ആത്യന്തികമായിട്ട് നീതി, സത്യം വിജയിക്കുകയാണ് വേണ്ടത് എന്നതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് പൊതുജന ശ്രദ്ധയെത്താൻ ഒരുപക്ഷേ ഈ ചർച്ച കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ നന്ദി ശ്രീ കാരായ രാജൻ ഞങ്ങളോടൊപ്പം സ്റ്റുഡിയോയിലെത്തിയതിന്. ശ്രീ എൻ ഷംസീർ, ശ്രീ BV രാജേഷ്, ശ്രീ നസറുദ്ദീൻ അളമരം, ശ്രീ അബ്ദുറഹ്മാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയതിന് നന്ദി. ഞങ്ങൾ സുബീഷിന് ഒരിക്കൽ കൂടെ ടെലിഫോണിൽ പ്രതീക്ഷിച്ചിരുന്നു, അദ്ദേഹത്തെ വിളിക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ ആ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതിഥികൾക്ക് ഒരിക്കൽ കൂടെ നന്ദി. പ്രൈം ഡിബേറ്റ് പൂർത്തിയാവുകയാണ്. ഒരിക്കൽ കൂടെ പ്രധാന വാർത്തകളിലേക്ക്. CPM നേതാക്കൾ പ്രതികളായ ഫസൽ വധക്കേസിൽ നാടകീയ സംഭവങ്ങൾ. കൊന്നത് CPM-കാരല്ല, തങ്ങളാണെന്ന RSS പ്രവർത്തകൻ സുബീഷിന്റെ മൊഴി പുറത്ത്. കൊന്നത് 4-അംഗ സംഘം. ആയുധങ്ങൾ ഒളിപ്പിച്ചത് RSS നേതാവിന്റെ വീട്ടിൽ. ഇവർ തമ്മിൽ പിടിയും വലിയ ഇവർ തമ്മിൽ ഭയങ്കര പിടിയും വലിയ നടക്കുന്നത് പരിപാടി ഇവർ സംഭവം കഴിഞ്ഞു. മരിച്ചു എന്നുള്ളത് എനിക്ക് അന്നേരം ഒന്നും പറയാൻ പറ്റില്ല. കാരണം അയാൾ മരിച്ചില്ല എന്നുള്ളത് എന്താ എത്രത്തോളം പരിക്ക് പറ്റി എങ്ങനെയാന്നുള്ളത് ഞാൻ കാണുന്നില്ല. മരിക്കാൻ മാത്രം മരിക്കേണ്ട രീതിയിലാണെന്നുള്ളത്. സംഭവം വീണ്ടും എന്തുകൊണ്ട് ആളത് സൈക്കിളോ കുറച്ച് ആ സൈഡിൽ. വാർത്തയായതോടെ മൊഴി നിഷേധിച്ച് സുബീഷ് രംഗത്ത്. പോലീസ് മർദ്ദിപ്പിച്ച് പറയിച്ചതെന്ന് സുബീഷ്. പോലീസ് CPM-ന് വേണ്ടി പ്രവർത്തിക്കുകയാണെന്ന് കുമ്മനം. കൂടുതൽ അന്വേഷണം വേണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. പ്രതികളല്ല CBI പ്രതിയേർത്തത് എന്ന വസ്തുത പുറത്തു വന്നിരിക്കുകയാണ്. പുനരന്വേഷണം ആവശ്യപ്പെട്ട് ഫസലിന്റെ സഹോദരൻ. കോടതി തീരുമാനം 15-ന്. ഹർത്താൽ ദുരിതത്തിൽ വലഞ്ഞ് കോഴിക്കോട്. ഇന്നത്തെ LDF ഹർത്താൽ പൂർണ്ണം. നാളെ BMS ഹർത്താൽ. കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയെ വധിക്കാൻ RSS ലക്ഷ്യമിട്ടെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. വധശ്രമത്തിന് 6 പേർക്കെതിരെ കേസ്. കേരളത്തിൽ ഭരണകൂട ഗുണ്ടായിസമെന്ന് PK കൃഷ്ണദാസ്. മദ്യനയത്തിനെതിരെ UDF-ലും ഇടതുമുന്നണിയിലും പ്രതിഷേധം. തീരുമാനത്തിനെതിരെ CPI നേതാവ് ആനി രാജ. വിമർശനങ്ങളെ തള്ളി സർക്കാർ. 3-4 സ്റ്റാറുകൾ തുറന്നാലും ഉപഭോഗം കൂടില്ലെന്ന് എക്സൈസ് മന്ത്രി. പ്രതിപക്ഷത്തെ വെട്ടിലാക്കി INDUC-യും ഷിബു ബേബി ജോണും. UDF-നെ തോൽപ്പിച്ചത് ബാർ പൂട്ടൽ നയമെന്ന് ഷിബു. പ്രക്ഷോഭങ്ങൾക്കൊരുങ്ങി UDF. KSRTC-യിൽ കൂട്ടപ്പിരിച്ചുവിടൽ. 250ഓളം താൽക്കാലിക ജീവനക്കാർ പുറത്ത്. നടപടി സിംഗിൾ ഡ്യൂട്ടി സമ്പ്രദായം നടപ്പിലാക്കിയതിനെ തുടർന്ന്.
നിർബന്ധിത ആധാറിന് സുപ്രീം കോടതിയുടെ സ്റ്റേ. ആധാർ ഇല്ലെങ്കിൽ പാൻ കാർഡ് അസാധുവാകില്ല. സ്റ്റേ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി വരും വരെ. ആധാർ ഉള്ളവർ അടുത്ത മാസം 1 പാൻ കാർഡുമായി ബന്ധിപ്പിക്കണം. ബ്രിട്ടനിൽ തൂക്ക് സഭയ്ക്ക് സാധ്യത. കൺസർവേറ്റീവ് പാർട്ടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. തെരേസ മെയ് രാജിവെക്കണമെന്ന ആവശ്യം ശക്തം. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.